السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم. പവിത്രമായ വേദിയുടെ സമാധാനീയനായ അധ്യക്ഷൻ, സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ എം മാലിക്കുട്ടി ഹാജി സാഹിബ്, മുഖ്യാതിഥിയായി വന്നു. ആ വാക്കിൽ പോലും താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് അനിയന്ത്രിതമായി ഒഴുകിയ വ്യക്തിത്വ വിശുദ്ധിയിലെ ചിന്തനീയമായ വാക്കുകളെ കൊണ്ട് വേദിയെ ആശംസ നൽകി ധന്യമാക്കിയ ബഹുമാന്യനായ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ കൂടിയായ നാസർ സാഹിബ്, ആരാണ് മുസ്ലിം, ആരാകണം, ഇപ്പോൾ എന്താണ്, എന്തിനാണ് സമസ്ത എന്നതൊക്കെ വളരെ ഹ്രസ്വമായ എന്നാൽ ഗംഭീരമായ, അതിലേറെ വശ്യസുന്ദരമായ, അതിലേറെ ഹൃദയത്തിലേക്ക് ആഴമേറിയ ആശയങ്ങൾ നൽകി നമ്മെ വളരെയധികം ചിന്തിപ്പിച്ച സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബഹുമാന്യനായ സത്താർ സാഹിബ് പന്തല്ലൂർ, ഖിറാഅത്ത് നടത്തിയ സിനാൻ കെ വി, പ്രാർത്ഥന നടത്തിയ ഇവിടുത്തെ മുദരിസും എൻ്റെ സുഹൃത്തു കൂടിയായ ഷിഹാബുദ്ദീൻ ഫൈലി. ഞാൻ ഈ നോട്ടീസിൽ ഒരുപാട് ആളുകളുടെ പേരുണ്ട്. എല്ലാവരെയും നെഞ്ചുകൊണ്ട് വഹിക്കുകയാണ്. കാരണം സമയം അത്രയും പോകണ്ട എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അറിയാതെ ആരെങ്കിലും വിട്ടുപോയാൽ അതും ബുദ്ധിമുട്ടാണ്. എല്ലാവരും പേര് പറഞ്ഞാൽ പ്രസംഗത്തിനുള്ള സമയം അതിൽ തന്നെ പോവുകയും ചെയ്യും. ക്ഷമിക്കുമെന്ന് കരുതി എല്ലാവരെയും ഓർത്ത് പ്രിയപ്പെട്ട നാട്ടിലെ വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, മുത്തഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഇനിയൊരു പ്രസംഗം വേണ്ടാത്ത വിധം അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ വളരെ നന്നായി ബഹുമാന്യനായ സത്താർ പന്തല്ലൂർ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വിലപ്പെട്ട ചില വാക്കുകൾക്ക് അടിവര ഇടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ദഅവത്ത്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. വിശുദ്ധമായ ഖുർആൻ തുടങ്ങുന്നത് ബാ എന്ന അക്ഷരമാണ്. അത് ബിർ എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്.
അങ്ങനെ ആവാൻ വേണ്ടിയാണ് അലിഫ് കൊണ്ട് തുടങ്ങാതിരുന്നത്. മാത്രമല്ല ബാ എപ്പോഴും ഇൽസാഖ്, പരസ്പരം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ്. അലിഫ് ഖത്ഇന്റെ അലിഫുണ്ട്, മുറിക്കുന്ന കത്രികയുടെ സ്വഭാവമുള്ള അലിഫുണ്ട്. ബാ എപ്പോഴും സൂചിയും നൂലിന്റെ സ്വഭാവം എടുക്കുന്നതാണ്. അപ്പം മനുഷ്യനെ ഖുർആൻ ക്ഷണിക്കുന്നത് ബിറിലേക്കാണ്, ഗുണത്തിലേക്കാണ്, നന്മയിലേക്ക്. ആ ബിസ്മിയിൽ തന്നെ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട 2 ഇസ്മുകൾ പറയുന്നത്, ഒന്ന് റഹ്മാൻ, മറ്റൊന്ന് റഹീം എന്നാണ്. അലീം എന്നോ ജബ്ബാർ എന്നോ മുതക്കബ്ബിർ എന്നോ മുൻതഖിം എന്നോ ലാർ എന്നോ ഒന്നും പറഞ്ഞില്ല. റഹ്മാൻ, റഹീം. പിന്നീട് വരുന്നത് അൽഹംദുലില്ലാഹ് എന്നാണ്. അൽഹംദു 5 അക്ഷരങ്ങളാണ്. നിസ്കാരം 5 വക്താണ്. ലില്ലാഹ് ഇതെല്ലാം കൂടി കൂടിയാൽ 8 അക്ഷരങ്ങളായി. സ്വർഗത്തിന്റെ വാതിലുകൾ 8 എണ്ണമാണ്. റബ്ബിൽ ആലമീൻ 18 അക്ഷരങ്ങളായി. ഒരർത്ഥത്തിൽ ലോകങ്ങളുടെ എണ്ണം 18,000ആണ്. ആലമീൻ, റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങളുടെ നിയന്താവായ, ജഗനിയന്താവായ അല്ലാഹു എന്നാണ്. അർ റഹ്മാൻ എന്ന് കൂടി കൂട്ടിയാൽ 24 അക്ഷരങ്ങളായി. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിലെ മണിക്കൂറുകളുടെ എണ്ണം 24ആണ്. അർ റഹീം 30 അക്ഷരങ്ങളായി. റമളാനിലെ നോമ്പിന്റെ എണ്ണം 30ആണ്. പിന്നെ മാലിക് യൗമിദ്ദീൻ 50 അക്ഷരങ്ങളായി. അത് 50,000 കൊല്ലം നിൽക്കുന്ന മഹ്ശറയെ സൂചിപ്പിക്കുന്നതാണ്. ചിന്തിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അള്ളാഹു പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്താണത്? ചിന്തിക്കണേ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സ്വർഗം താ റബ്ബേ എന്ന് ചോദിച്ചില്ല എന്ന് കരുതിയിട്ട് നരകത്തിൽ പോകൂല. കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തില്ല എന്ന് കരുതിയിട്ട് നരകത്തിൽ പോയിക്കൊള്ളണം എന്നില്ല. അതൊക്കെ ഐച്ഛികമായ കാര്യങ്ങളാണ്. ചെയ്യണം. പക്ഷേ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിനിടയിൽ 17 തവണ എന്നെ സന്മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തണേ എന്ന് ദുആ ചെയ്തില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഈമാൻ തന്നെയും നഷ്ടപ്പെടുന്നതാ. വിഷയത്തിന്റെ ഗൗരവമാണ്. അപ്പൊ സ്വർഗത്തേക്കാൾ നരകത്തേക്കാൾ മനുഷ്യന്റെ മുമ്പിൽ പാത നന്നാവുക എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പാത നന്നാവുക. എന്തുകൊണ്ട്? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മനുഷ്യന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സ്വത്ത് കിട്ടിയാൽ പിന്നെ ചെയ്യലെന്താ? ഇത് കള്ളന്മാരെ കൈപ്പെടാതെ ലക്ഷ്യസ്ഥാനത്ത് ഏത് വഴി കൂടിയാണ് പോകേണ്ടത് എന്നാ ചിന്തിക്കുക, അല്ലേ? നിങ്ങൾ കഴിഞ്ഞ 3-4 മാസം പേപ്പറിൽ വായിച്ചോ? ഒരു ബംഗാളിക്ക് 1 കോടി റുപ്യന്റെ ലോട്ടറി അടിച്ചു. ഇയാൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലാണ്. ഓർമ്മല്ലേ? ഞാൻ വായിച്ചിട്ട് കുറെ ചിന്തിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്താണ്. 1 കോടി റുപ്യ കിട്ടിയ നേരെ ഭാര്യന്റെ അടുത്തേക്കല്ലേ പോകേണ്ടത്, അല്ലേ? പക്ഷെ അദ്ദേഹം ഇത് എങ്ങനെയാ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്ന് ചിന്തിച്ചപ്പോ പോലീസ് സ്റ്റേഷനാ മനസ്സിലായത്. കാരണം എന്താ? ഈ 1 കോടി റുപ്യ ഇട്ടത് എല്ലാവരും അറിഞ്ഞു. ഇനി ഇയാളിൽ നിന്നത് അപഹരിക്കാനും തട്ടിയെടുക്കാനും പറിച്ചെടുക്കാനും വഞ്ചിച്ചെടുക്കാനും ഒരുപാട് ആളുകൾ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതുമായി എങ്ങനെങ്കിലും പോകാൻ പറ്റൂല. ആദ്യം അഭയം വേണം, സുരക്ഷിതത്വം വേണം. ആ സ്ഥലത്തേക്കാണ് പോയത്. അതാണ് മഹാന്മാരുടെ പാത എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുൾ. കാരണം ഈ ലോകത്ത് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വിഭവം, ഏറ്റവും വലിയ കനി, അത് സ്വർണവും വെള്ളിയൊന്നുമല്ല, ദീനാറും ദിർഹമും അല്ല. ദിർഹം എന്നതിൽ അവസാനത്തെ വാക്ക് ഹമ്മ എന്നാണ്, അതിന്റെ അർത്ഥം ടെൻഷൻ എന്നാണ്. ദീനാർ എന്നതിൽ അവസാനത്തെ വാക്ക് നാർ എന്നാണ്, അതിന്റെ അർത്ഥം തീ എന്നാണ്. പിന്നെ മൊത്തത്തിൽ പറയുന്നത് ഫുലൂസാണ്. ഫുലൂസ് എന്ന് പറഞ്ഞാൽ ഈ മത്സ്യത്തിന്റെ ചെളുക്കിനാണ് അറബിയിൽ പറയുന്നത്. ഫുലൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കത്തി കൊണ്ട് ചെത്തി ഒഴിവാക്കിയ മത്സ്യത്തിന്റെ ആ ചെളുക്ക് ഞങ്ങളെ ഭാഗത്ത് പറയും. അതിനാണ് ഫുലൂസ് സമക്ക് എന്ന് പറയാം. അപ്പൊ ഇതൊന്നുമല്ല. ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്?
അത് കൽബാകുന്ന അലമാറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ച ഈമാനാണ്. ഒരു കോടി രൂപ ലോട്ടറി അടിച്ചപ്പോൾ ബംഗാളിക്ക് പേടിയായി. പോറലേൽക്കാതെ, തകരാതെ, അപഹരിക്കപ്പെടാതെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് തനിക്ക് ഉപകാരമാകും വിധം എത്തിക്കണമല്ലോ എന്നാണ് ആ മനുഷ്യൻ ചിന്തിച്ചതെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മോനെ, മോളെ, കൽബാകുന്ന അലമാറയിൽ അല്ലാഹു നൽകിയിട്ടുള്ള സ്വർണ്ണക്കനിയായ ഈമാനില്ലേ, ഇത് തട്ടിയെടുക്കാൻ ഇബ്ലീസാകുന്ന തലവന്റെ നേതൃത്വത്തില് ഈ എല്ലാ സമയങ്ങളിലും ഉറങ്ങാതെ നിരന്തരമായി സകല യന്ത്രമന്ത്ര തന്ത്രങ്ങളും പറ്റി തീവ്രമായി പരിശ്രമിക്കുന്ന ഒരു വലിയ സംഘം ദുനിയാവിൽ ഈമാൻ കൽബാകുന്ന അലമാരയിൽ നിന്ന് അപഹരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈമാനുമായി പരലോകം പോകാൻ, പരലോക പൗരത്വം സ്വീകരിക്കാൻ, എന്നിട്ട് അവിടെയുള്ള പാലാറ്, വീഞ്ഞാറ്, തേനാറ്, കളകളാരവം മുഴക്കൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗത്തിലെ ഒറ്റമുത്തിൽ നിർമ്മിക്കപ്പെട്ട മണിമന്ദിരങ്ങളിൽ വിതറപ്പെട്ട മുത്തുകളെ പോലെയുള്ള ഹൂർലീങ്ങളുമായി സല്ലപിക്കാൻ ഈ ഈമാനിനെ പോലി അതാ മഹാന്മാരായ ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ആരിഫീങ്ങളുടെ പാതയിലൂടെ അവർ നടന്നതുപോലെ ജീവിച്ചാൽ അവസാനത്തെ ശ്വാസത്തിൽ ഈ ഈമാന് ലഭ്യമാകുന്നതാണ്. അതിനാ മഹാന്മാരെ വേക്കൽ കൂടുന്നത്. മഹാന്മാരെ കൂടെ കിട്ടിയിട്ട്, മഹാന്മാരെ കൂടെ നടന്നിട്ട് കിട്ടുന്ന ഈമാൻ വേറെ ഒരു CD കേട്ടാലും കിട്ടൂല, ഒരു പുസ്തകം വായിച്ചാലും കിട്ടൂല. എന്തേ? നിങ്ങളൊരു CD ഇങ്ങനെ ഇട്ടിട്ട് പ്രസംഗം ഇങ്ങനെ കേട്ട്, അപ്പൊ നിങ്ങളിങ്ങനെ നരകം കേട്ടാൽ വേറെക്കും ഒരു വികാരം ഉണ്ടാവും. അത് വേറെ CD കേട്ടാണ് പോയി. ഒരു പ്രസംഗം ഇങ്ങനെ കേട്ട് വശ്യഭാഷ, സാഹിത്യ സമൽക്കാരം, ആക്ഷൻ, ഗംഭീരമായ ശബ്ദം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാവും. അതിന് ചിലപ്പം സുബഹി കലാക്കാതൊക്കെ നിസ്കരിക്കും. എന്നാൽ നാളെ ഒരു വേറെ പ്രസംഗം കേട്ട് യുക്തിവാദിന്റെ, അപ്പൊ എനിക്ക് തോന്നും തലേ നിസ്കരിച്ച് ബാത്തിലായോ അല്ല, അതുകൊണ്ട് ഇന്നലെ നിസ്കരിച്ച് വെറുതെ ആയോ. കാരണം എതിരായിട്ട് പ്രസംഗം കേട്ടാൽ ഈ വാദപ്രവാദം, ഖണ്ഡനം, പ്രസംഗം എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വാദപ്രവാദത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്, അത് ഉറച്ച വേര് മേടിയാ തർക്കടില്ല, പക്ഷെ വേര് ഉറക്കാൻ വേണ്ടിയിട്ട് ആരും ചെടിന്റെ മേലെ മേടൂല. എന്നപോലെ ഉൽപ്പത്തിഷ്ടങ്ങളുടെ മുമ്പിൽ വാദപ്രയോഗം നടത്തിയിട്ട് കാര്യമില്ല. അവന്റെ കുഫർ ആഴം കൂടുക എന്നല്ലാതെ സന്മാർഗത്തേക്ക് വരൂല. ചോദ്യം മറുപടി, ചോദ്യം മറുപടി എന്നതിലപ്പുറം സത്താർ സാഹിബ് പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ ബേസ് നിന്ന് കാണിച്ചു കൊടുക്കലാണ്. ഹാലു റജുലിൻ അൻഫഉ മിൻ അൽഫി വഅലിൻ. അവിടെ തീവ്രവാദത്തിന്റെ ഒരു പ്രശ്നമില്ല. ഒരു ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചോ. മഹാനായ സുൽത്താനുൽ ആരിഫീൻ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ഈ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഞാൻ ഈ പ്രസംഗിക്കുന്നവരെ അവരെക്കാൾ വലിയൊരു മഹാൻ ഇന്ത്യയിൽ വന്നതിന് അറിയപ്പെട്ട ചരിത്രമില്ല. 2, മഹാനായ ഖാജ തങ്ങൾ വഴി ലക്ഷങ്ങളായ ആളുകൾ ഇസ്ലാമിലേക്ക് ഇന്ത്യയിൽ നിന്നൊഴുകിയതുപോലെ ഒരു പ്രബോധകൻ വഴിയും പ്രഭാഷകൻ വഴിയും മഹാൻ വഴിയോ ഇന്ത്യ രാജ്യത്ത് മനുഷ്യന്മാർ അതിനുശേഷം മുസ്ലിമീങ്ങളായിട്ടില്ല. 50 ലക്ഷത്തോളം ആളുകളാ ഖാജാ തങ്ങൾ വഴി ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ ഖാജാ തങ്ങൾ ആരായിരിക്കണം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദി ആയിരിക്കണം. പക്ഷെ അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ അജ്മീർ പോയോക്കൂ, മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ അവിടെ ചുറ്റിക്കറങ്ങുന്നതും അവിടെ വന്നിട്ട് കരയുന്നതും നെറ്റത്ത് കുറിയുള്ള, കഴുത്തിൽ കുരിശിന്റെ മാലുള്ള, നെറ്റത്ത് കുറി തേച്ചിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരും സ്വാമിമാരും ഹൈന്ദവ സഹോദരന്മാരുമാണ്. അല്ലേ? അജ്മീറിൽ പോയ ആളുകൾ ഇവിടെ ഉണ്ടോ? ഈ ഇന്ത്യയിൽ ഖാജാ തങ്ങൾ വന്നതിന് ശേഷം അതിനേക്കാൾ വലിയൊരു മുസ്ലിം വന്നിട്ടില്ല എങ്കിൽ എന്തേ ഈ അമുസ്ലിമീങ്ങളെല്ലാം
അജ്മീറിലേക്ക് പോകുന്നത്? ഭീകരവാദിയാണെങ്കിൽ അവിടെ പോവോ? ഭീകരവാദിയാണെങ്കിൽ അവിടെ പോവോ? മലബാറിൽ മഹാനായ ഖുത്ബുസ്സമാന സയ്യിദ് അലവിൽ മൻഫുറമി മലബാറിന്റെ കൊച്ചോളങ്ങൾക്ക് പോലും ഓമനിക്കാവുന്ന ഓർമ്മകൾ നൽകിയ അന്നത്തെ കുത്തുബായിരുന്ന മഹാനായ മമ്പുറന്നങ്ങളെക്കാൾ വലിയൊരു മഹാൻ അതിനുശേഷം ഒരു പക്ഷെ ഇന്ന് വരെ വന്നിട്ടില്ലായിരിക്കാം. കാരണം ഒരു പൂർണ്ണ മുസ്ലിമായിട്ട് ജീവിച്ചു വഫാത്തായി. എന്നാൽ മമ്പുറ മക്കാമിലേക്ക് പോയി നോക്കൂ, അവിടെ അമുസ്ലിമീങ്ങളുടെ പ്രവാഹമാണ്. എന്തേ? ഭീകരവാദിയായിട്ട് അവരൊന്നും മനസ്സിലാക്കിയില്ല. നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് വെള്ളപ്പട്ടാളക്കാർക്കെതിരെ സന്ധിയില്ല പടവെട്ടിയ മഹാനായ കാക്കത്തറയിലെ കാരണവർ പാട്ടുപാടിയിട്ട് റൗളയുടെ പൂട്ടുപൂട്ടിച്ച മഹാനായ ഉമർ ഖാദിൽ ബിലുംകൂത്തി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ഒരു വലിയ മുസ്ലിമായിരുന്നു. അതിനുശേഷം അവരെക്കാൾ വലിയൊരു മുസ്ലിം ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ വെളിയങ്കോട്ടേക്കൊന്ന് പോയി നോക്കൂ, അമുസ്ലിമീങ്ങളുടെ പ്രവാഹമാണ്. എന്തേ ഇവരെയൊന്നും ഭീകരവാദികളായി മുദ്രകുത്താതിരുന്നത്? അപ്പോഴാണ് സത്താർ പന്തല്ലൂരിന്റെ വിലപ്പെട്ട വാക്കുകൾക്ക് അടിക്കുറിപ്പെഴുതേണ്ടത്. ഇവിടെ കേവലം സ്റ്റേജും പേജും മാത്രം ഇസ്ലാമിനെ വിളംബരം ചെയ്തുകൊണ്ട് അട്ടഹസിക്കാൻ മാധ്യമമായി ഉപയോഗപ്പെടുത്തിയപ്പോ ഏതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയാതെ വന്നു എന്നതാണ് പല കാര്യങ്ങളിൽ ഒരു കാര്യമെന്ന് നാം മനസ്സിലാക്കണോ. കുറച്ചു മുമ്പ് ഒരു അമുസ്ലിം നമ്മോട് വന്ന് ചോദിക്കുകയാ, എങ്ങനെയാണ് ഈ മുഹമ്മദ് നബി, എങ്ങനെയാ ഈ അബൂബക്കർ സിദ്ദീഖ്? എനിക്കൊരുപാട് വായിക്കാൻ സമയമില്ല, ഇനി തന്നാൽ തന്നെയും ഒരുപാട് ആശയങ്ങൾ എനിക്കറിയില്ല, എനിക്ക് ഭാഷയുമായി പ്രാവീണ്യമില്ല, എന്നാൽ എനിക്ക് മുഹമ്മദ് നബി എങ്ങനെയാണെന്ന് മനസ്സിലാകണോ എന്ന് അന്നാരോടെങ്കിലും ചോദിച്ചാൽ ആ മുസ്ലിമിന് പറയാമായിരുന്നു, മുഹമ്മദ് നബി എങ്ങനെയാ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതാ ഈ ആജിയാരെ കൂടെ ഒരാഴ്ച നിന്നാൽ മതി. ഒരു ബാബുവാജി അല്ലെങ്കിൽ അബൂബക്കർ ഹാജി അല്ലെങ്കിൽ സലീമാജി അദ്ദേഹത്തിന്റെ കൂടെ ഈ പറങ്കോടനങ്ങ് താമസിക്കാൻ തുടങ്ങിയ, അയ്യപ്പനങ്ങ് വീട്ടിൽ കൂടാൻ തുടങ്ങിയ ആ ആജിക്കാന്റെ കാരുണ്യമില്ലേ, സ്നേഹമില്ലേ, വിശാല മനസ്കതയില്ലേ, സത്യസന്ധതയില്ലേ, ഐക്യമില്ലേ, രഞ്ജിപ്പില്ലേ, സ്നേഹാധിക്യമില്ലേ, സഹായഹസ്തമില്ലേ, ഒരു ജീവിയോട് പോലും കാണിക്കുന്ന കൃപയില്ലേ, ഒരു പട്ടിയോട് പോലും കാണിക്കുന്ന സ്നേഹമില്ലേ, അദ്ദേഹത്തിന്റെ സൽക്കാര പ്രിയമില്ലേ. ഇതൊക്കെ കാണുമ്പോ അയ്യപ്പനങ്ങ് ചിന്തിക്കോ, എന്റെ അയൽവാസിയാകുന്ന മാമാപ്പിള എങ്ങനെയാണെങ്കിലോ ഈ മാമാപ്പിള പോലും നേതാവായി അംഗീകരിച്ച മുഹമ്മദ് നബി എങ്ങനെയായിരിക്കോ. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പുസ്തകം വായിക്കൂല, അല്ലെങ്കിലും ഈ കേരളത്തിലേക്ക് ഇസ്ലാമിക മിഷണറി പ്രവർത്തനത്തിന് ആദ്യമായിട്ട് കടന്നു വന്നതാരാ? അത് മുഹമ്മദ് നബിയുടെ അനുയായികളാണ്, മുഹമ്മദ് നബിയുടെ സഹാബാക്കളാണ്. എങ്ങനെയാ വന്നത്? പായക്കപ്പല്ല. എത്തി നടന്നവർ മലയാളത്തിൽ ഇന്ത്യേ കൊടുങ്കല്ലൂർ നഗർത്താണത്തിൽ കത്തും മുടി ബന്ദർ മണി താജുദ്ദീൻ ഹാജി വസിയത്തോ കുറിയാൽ മുന്തി തേത്താ ദാരശർ സമ്മേദത്താലിസ്ലാം ദീനെ നടത്തിനർശറനൂല ഓത്തേ കൊടുങ്കല്ലൂർ മുതൽ മറ്റല്ല ഓരോ തലം നോക്കി ബാനബൈതല്ല വരവിൽ തീഹാമിന്നെടുത്തിക്കൊണ്ടേ ബന്ദേ കാര്യങ്ങൾ 12 മരുത പാടിയൊരു അജറും വൈത്തേ മസ്ജിദ് 12 പണിയും തീർത്തേ. ആ ചരിത്രം മൊത്തം കോർത്തിളക്കിയോണ്ട് ഞാൻ കവിത ആലപിച്ചതാണ്. പായക്കപ്പൽ, കാറ്റിന്റെ ഗതിയിൽ സഞ്ചരിക്കുന്ന പായക്കപ്പൽ. നിങ്ങൾ ചിന്തിക്കണം, ഒരു കാര്യം ഇടയിൽ എല്ലാവരും മനസ്സിലാക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ
5 വക്ത് നിസ്കരിച്ചുകൊണ്ടൊന്നും ദീനാവൂല. എന്താണ് സ്വാലിഹ്? നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി പള്ളിയിൽ കുറച്ചു നേരം ഏത്തിക്കാവ് ഇരുന്നിട്ട് തലയെ തൊപ്പിയിട്ടിട്ട് ഇങ്ങനെ 4 വരുതലൊരുതിയാ സ്വാലിയാവുക ഇല്ല. സ്വാലിഹിന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു പോണത് നല്ലതാണ്. അൽ ഖായിമു ബിഹുഖൂഖില്ലാഹ് വബിഹുഖൂഖി ഇബാദിഹി. പടച്ചവനോടും പടപ്പുകളോടുള്ള കടമ തീർക്കുമ്പോഴാ സ്വാലിഹാകുന്നത്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ മിനുങ്ങാൻ കഴിയും. നല്ലൊരു പ്രസംഗം നടത്തിയാൽ നിങ്ങൾ പറയും തർക്കടില്ല. എൻ്റെ മഹലിലെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ മുമ്പിൽ അംഗീകാരം വാങ്ങാൻ കഴിയും. എൻ്റെ ശിഷ്യന്മാർക്ക് മുമ്പിൽ അംഗീകാരം വാങ്ങാൻ കഴിയും. പക്ഷേ ഇതുകൊണ്ട് സ്വാലിയാന്ന് അർപ്പിക്കാൻ പറ്റില്ല. എൻ്റെ വാപ്പാനോടും ഉമ്മാനോടും ചോദിക്കണം മോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. വാപ്പിയമ്മയും പറയാണ് ആള് മോശം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ തിളങ്ങിയിട്ടും കാര്യമില്ല. വാപ്പിയമ്മ അംഗീകരിച്ചാലും ആയിട്ടില്ല. ബെഡ്റൂമൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം ഭാര്യനോട്, ഭർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. ഓള് പറയാണ് കെട്ടിയെന്ന് ഹലാക്ക് തുടങ്ങിയതാന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കാര തമ്മിൽ വലിപ്പുണ്ടായിട്ട് കാര്യം. ആള് സ്വാലിയാൻ കുറച്ച് പണിയുണ്ട്. ഞാൻ ഇവിടെ വെക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രഭാഷകനാണ്. ഞാൻ ഇവിടെ പ്രസംഗിക്കാതെ കോൽക്കളി കളിച്ചു പോയാൽ ഞാൻ തമ്മാടിയാണ്. കാരണം നിങ്ങളെ വഞ്ചിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബെഡ്റൂം പോയി അവിടെ ഭാര്യൻ്റെ മുമ്പിൽ ഭർത്താവാണ്, കടമ തീർക്കണം. അപ്പുറത്ത് എൻ്റെ മകൾ എടുക്കുന്നുണ്ട്, അവിടെ ഭർത്താവല്ല മോനാ, കടമ വേറെയാണ്. പള്ളിയിൽ പോയ എൻ്റെ ശിഷ്യന്മാരുണ്ട്, അവിടെ ഭർത്താവ് ഉമ്മയൊന്നുമല്ല, അവിടെ ഞാൻ ഉസ്താദാ, അവിടെ കിതാബലി കൊടുക്കണം. അത് കഴിഞ്ഞ് എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് പോയാൽ ഞാൻ ഉസ്താദല്ല, ശിഷ്യനാ, അനുസരിച്ച് കൊടുക്കണം. ഇവിടെ ഓരോ സ്ഥലത്തും കടമകൾ വ്യത്യസ്തമാണ്, അതൊക്കെ തീർക്കണം. ബഹുമാന്യനായ നാസർ സാഹിബ് ജനപ്രതിനിധിയാ, അദ്ദേഹം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്തുകൊണ്ടാണ്? ഈ ബോധമാണ്. 5 വക്ത് നിസ്കരിച്ചുകൊണ്ട് മാത്രം സ്വാലിയാവൂല, ഇല്ല, ആവൂല. എന്താണ് ദീൻ? ദീനിന്റെ തൗഹീദിന്റെ ഭാഗല്ലേ ഇമാത്തത്തുൽ അദാനി ത്വരീഖി, വഴിയിന്ന് തടസ്സം നീക്കി കൊടുക്കുക. അത് ഐച്ഛിക കാര്യമല്ലാന്ന് തൗഹീദിൽ പെടുത്തി മുഹമ്മദ് മുസ്തഫ. റോഡ് നന്നാക്കി കൊടുക്കുക, വഴി നന്നാക്കി കൊടുക്കുക. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാൽമൊരു മുള്ളുത്തി. നിന്റെ കാലം ഏതായാലും കുത്തിയില്ല, ഇനി മറ്റോനെ കുത്തട്ടെ എന്ന് വെച്ചാൽ അവിടെ ഇടലില്ല. നിന്റെ കാലമ കുത്തിയതുകൊണ്ട് മനസ്സിലായി മുള്ളുണ്ട്, അതുകൊണ്ട് എടുത്തൊഴിവാക്കൽ ഈമാനിക ശാഖയിൽപ്പെട്ടതാ. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ വിശ്വമാന വിഘാതയുടെ വിമോചന ഗീതമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യമാണത്, ചിന്തിക്കണേ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ മുസ്ലിം. ഒരു വേശ്യപ്പെണ്ണതാ ആ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വഴിമധ്യേ ഒരു കിണറ്റിന്റെ സമീപത്തൊരു നായ നനഞ്ഞ മണ്ണ് നക്കി തിന്നുകയാ. ഈ വേശ്യപ്പെണ്ണ് മനസ്സിലാക്കി നായ നനഞ്ഞ മണ്ണ് നക്കി തിന്നാന് കാരണോ ദാഹിച്ചിട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി. നായ എന്ന് പറഞ്ഞാൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന കട്ടായ മസല ശരീഅത്ത് പ്രഖ്യാപിച്ച ഐനുൻ നജസ. ആ നായക്കഥാ ആ കിണറ്റിൽ നിന്ന് അതാ ഹുഫയിലൂടെ വെള്ളം കോരി പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരൽപ്പം അങ്ങ് കുടിപ്പിച്ചപ്പോ ഈ വേശ്യയായ തമ്മാടി പെണ്ണിന് അല്ലാഹു സ്വർഗത്തിൽ കടത്തി എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, എന്താ ഇസ്ലാം, എന്താ ദീൻ? ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സാസിലേക്ക് അറിയി വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. പിന്നെ എനിക്ക് ആഗ്രഹം എന്താ വെച്ചാല്, ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ ഒരു 12 മണിക്കൂർ സംസാരിച്ചല്ലോ. ഇനി പിന്നെ ഇൻഷാ അല്ലാഹ് അവിടെ പ്രസംഗിക്കുക ഉസ്താദ്മാർ വേറെ ഉണ്ട്. ഞാൻ തങ്ങൾക്കാണ്ട് കൈമാറും ഇൻഷാ അല്ലാഹ്. പ്രസംഗം നമുക്ക് പിന്നെ തുടരാം ഇൻഷാ അല്ലാഹ്. തങ്ങൾ വന്നാൽ പിന്നെ നീട്ടി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ സംസാരിച്ച ഞങ്ങളോട്ട് എന്നെ വിടൂല്ല, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അല്ല, നിങ്ങൾ സമ്മതിച്ചാലും സംസാരിക്കൂല. ബഹുമാനപ്പെട്ടവർ എത്രയോ തിരക്കിനടിയിൽ നിന്ന് കയറി വരികയാണ്. അല്ലാഹു തആല ഒരു കാഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മളവരെ പിന്നാലൊക്കെ ഇങ്ങനെ ഒന്നാണ്ട് സഞ്ചരിച്ചാൽ അതാണ് നമുക്ക് ആകെ ആവശ്യതാണ്. ഞാൻ ഒറ്റ കാര്യം എൻ്റെ ചെറുപ്പക്കാരോട് പറയാണ്, ജാട പാണക്കാട്ടിലേക്ക് ജാട ഇല്ല എന്ന് ഞാൻ പറയില്ല. അവർക്ക് ജാട അറിയില്ല എന്നാ പറയില്ല. ഇല്ല എന്ന് പറയണമെങ്കിൽ ആദ്യം അറിഞ്ഞാണ്ട് പോയണ്ടേ. അല്ല, ഇല്ല എന്ന് പറയണമെങ്കിൽ ആ ഭാഷയിലൊരു സൂചന ഉണ്ട്. അറിയാം,
പക്ഷെ കാണിക്കലില്ല എന്ന് അതിനർത്ഥം വരിക. അതുകൊണ്ട് ഞാൻ നേരത്തെ പാണക്കാട്ടുകാർക്ക് ജാടല്ല എന്ന് പറയില്ല. ജാട അവർക്ക് അറിയില്ല എന്ന് പറയാം. എന്താണ് ജാട എന്നറിയില്ല. അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ സൗഭാഗ്യമാണ് പാണക്കാട്ടെ കുടുംബം. അതിൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ വളരെ നന്നായി വളരെ പക്വതയോടുകൂടി നമ്മെ ആത്മീയമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന SKSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. നമ്മളെടുത്തൊന്നുമില്ലെങ്കിലും അത്ര വിൽക്കണ ആളൊപ്പം നടന്ന ഇടക്കായാളൊന്ന് തേച്ചേറി നമുക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അറിയില്ലേ നാളെ സ്വർഗത്ത് പോയ ചില ജീവികൾ അവിടെ കാണാം. ഒരു നായ നാളെ സ്വർഗത്ത് കടക്കും. കൂനി തുറാബ എന്നങ്ങോട്ട് പറയുമ്പോൾ എല്ലാ നായക്കളും കൊണ്ട് പോകുന്നു മണ്ണായി പോകും. പക്ഷെ ഒരു നായ പിടിച്ചിക്കും. കാരണം എന്തേ? മഹാന്മാരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. വേറൊരു ക്വാളിഫിക്കേഷൻ ആ നായക്കില്ല. മഹാന്മാരായ 7 ആളുകൾ അവരെ പിന്നാലെ നായ എങ്ങനെ കൂടിയപ്പോ ചോദിച്ചു എന്തേന്ന് വെച്ചു. അപ്പോ നായ പറഞ്ഞു ഇന്നി ഒഹിബു അഹിബ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മിത്രങ്ങളെ നിങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. ഈ നായ നാളെ സ്വർഗത്തിലുണ്ടാവും. കടിക്കൊന്നുമില്ല, അത് പേടിക്കണ്ട. അല്ലെങ്കിൽ നമ്മളെ ഇവിടെ നായ കടിക്കാന്ന് പറഞ്ഞാൽ മോഡി ഭരണത്തിൽ കയറിയതിന്റെ ശേഷമല്ലോ. അതിൻ്റെ ഈ നായ്ക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ പത്രം നോക്കുമ്പോൾ എനിക്ക് ചിരി വന്നു. ഇയാൾ ഈ സത്യവാചകം ചെല്ലിൻ്റെ പിറ്റേന്ന് തുടങ്ങി കടി. കാരണം എന്താ, എന്തിനാണ് വോട്ട് ചെയ്തെന്ന് പ്രതിഷേധിക്കണം നായ്ക്കൾ, വേറെ ഒന്നുമല്ല. ഞാൻ അങ്ങനെ പറയാം. ആകെ ഇടങ്ങറായിക്ക. മോഡിന്ന് അറബി പറഞ്ഞാൽ മോദീന്നാ, അതിൻ്റെ അർത്ഥം ഇടങ്ങറാക്കണ ആളെന്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശർറിലും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ പ്രതിഷേധം എന്താ വെച്ചാൽ, നിങ്ങൾ ചിന്തിക്കുക, ഒരാശയം പറയല്ല, രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവരും മാനുഷിക പരിഗണന ചിന്തിച്ചു നോക്കി. ഇന്ത്യൻ്റെ ശബ്ദം ലോകാടിസ്ഥാനത്തിൽ സമർത്ഥമായി മുഴക്കിയ ഒരു വലിയ നേതാവിനെ മരിച്ചു എന്ന് ഉറപ്പായിട്ടും നമ്മൾ ഫ്രിഡ്ജിക്കൊക്കെ ബത്തൊക്കെ വെക്കണമായി ആശുപത്രിക്കാണ് വെച്ച്, എന്നിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞിട്ട് ബജറ്റ് അവതരിപ്പിക്കുക. ഇന്ത്യൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, മണത്തറിയാത്ത, കരുണയില്ലാത്ത, കരുണയുടെ അശേഷം പുരളാത്ത കശ്മല കാട്ടാളത്വം എന്നല്ലാതെ എന്ത് പറയാനാണ്? അള്ളാഹു എല്ലാ ഭരണാധികാരികളെയും നന്നാക്കി കൊടുക്കട്ടെ. അത്ര വലിയൊരു ദുരവസ്ഥയിലാണ് നമ്മളുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളെപ്പോഴും ദ്വാരക്കണം, എല്ലാ സമയത്തും ദ്വാരക്കണം. എന്തെല്ലാം മുസീബത്ത് നമ്മെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. പലപ്പോഴും അതിനൊക്കെ കാരണം നമ്മളാണ്. നമ്മളായാൽ ഇവിടെ നേരത്തെ ഒരുപാട് മഹാന്മാരുണ്ടായിട്ടുണ്ടല്ലോ. അവരൊക്കെ കേവലമായ പ്രഭാഷണം, സ്റ്റേജും പേജും അല്ല, അവർ നിന്നങ്ങോട്ട് കാണിച്ചു കൊടുത്തതാണ്. നിന്നങ്ങോട്ട് കാണിച്ചു കൊടുത്ത് അല്ലേ. മഹാനായ സയ്യിദ് സർഹിന്ദ് റളിയല്ലാഹു അൻഹു വലിയ മുജദ്ദിദായിരുന്നു. അവർ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ ഒരു അമുസ്ലിം സഹോദരൻ ബാത്റൂമിൽ ടോയ്ലറ്റ് പോയി മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നന്നായിട്ട് വൃത്തിയേടായി കിടക്കായി. അപ്പൊ അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് കമ്പാർട്ട്മെന്റിലെ ആളുകളൊക്കെ കണ്ട് തട്ടിക്കയറി ചൂടായി. ധാരാന്നൊന്നും പറയില്ലല്ലോ വൃത്തിയേടാക്കിയത്. ശക്തമായിട്ടാണ് ചൂടായി. എന്നിട്ട് അയാൾ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് മേലെ പോയി കിടന്നു. അപ്പൊ സയ്യിദ് സർഹിന്ദ് തലയെക്കെട്ട് അയച്ചു വെച്ചു, കൈ കയറ്റി ടോയ്ലറ്റ് പോയിട്ട് അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വൃത്തിയാക്കി. ഇത് ചെയ്തത് അവരല്ല. പക്ഷേ ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചത്, ഈ മനുഷ്യന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് അവിടെ ടോയ്ലറ്റ് വൃത്തിയായതുകൊണ്ട് കഷ്ടപ്പെട്ട് കിടക്കുകയാണ്, ആളെ കഷ്ടപ്പാട് തീർക്കണം. അൽ മുസ്ലിമോ മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. അതിന് രണ്ടർത്ഥമുണ്ട്. അൽ മുസ്ലിമോ മൻ സലിമൽ മുസ്ലിമൂന എന്നുണ്ട്, മറ്റൊരു വാക്കിൽ മൻ സലിമൻ നാസു എന്നുണ്ട്. അതിന് രണ്ടർത്ഥമുണ്ട്. അൽ മുസ്ലിം യഥാർത്ഥ മുസ്ലിം എന്നൊരുത്തരാണ്. സലിമൻ നാസു ലോകത്തുള്ള എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ടിരിക്കുന്നു. അയ്യപ്പനാകട്ടെ, പറങ്കോടനാകട്ടെ, രാമനാകട്ടെ, രാജനാകട്ടെ, ലക്ഷ്മിയാകട്ടെ, അബൂബക്കർ ആകട്ടെ, ജോസഫ് ആകട്ടെ, മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. മിൻ ലിസാനിഹി, അവന്റെ ഭാഷ കാരണത്താൽ, വയദിഹി, അവന്റെ സ്വാധീനം കാരണത്താൽ. ഇവിടെ പ്രിയങ്കരനായ നാസർ സാഹിബുണ്ട്. ഒരു അയ്യപ്പൻ ഒരു ഒപ്പിന് വേണ്ടി വന്നു. അദ്ദേഹത്തിന് അനുകൂലമാണെങ്കിൽ, നിയമവിരുദ്ധമല്ലെങ്കിൽ ഒരു ഒപ്പിട്ടുകൊണ്ട് സഹായിച്ചാൽ അത് ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ ഘടകമാണെന്ന് പ്രഖ്യാപിച്ച വിശ്വമാന വിഘാതയുടെ വിമോചന ഗീതമേ, പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പൂങ്കവരെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് ഇസ്ലാം. ഇത് ബോംബിന്റെ മാർഗമല്ല, രാസായുധത്തിന്റെ മാർഗമല്ല. ഇത് സഹിഷ്ണുതയുടെ, വിശാല മനസ്കതയുടെ, സത്യസന്ധതയുടെ, ഇത് സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, രംജിപ്പിന്റെ, കാരുണ്യത്തിന്റെ, കൃപയുടെ, അലിവിന്റെ, സ്നേഹത്തിന്റെ മതമാണ് വിശുദ്ധമായിട്ടുള്ള ഇസ്ലാം. നിങ്ങൾ കണ്ടോ? ഞാൻ അവസാനിപ്പിക്കാൻ. അപ്പോ ഞാൻ പറഞ്ഞത്,
ഈ നായ നാളെ സ്വർഗത്തിൽ കടക്കും. കാരണം മഹാന്മാരെ സ്നേഹിച്ചതാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം സ്വർഗത്തിൽ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ സ്നേഹിച്ചതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകം സ്വർഗത്തിൽ മുഹമ്മദ് നബിയെ സ്നേഹിച്ചതാണ്. പോരാ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മരക്കൊത്തി സ്വർഗത്തിലാ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ സ്നേഹിച്ചതാ. എങ്കിൽ നമ്മൾ ഒട്ടകമല്ല, മരക്കൊത്തിയല്ല, നായ അല്ല, ഉമ്മത്ത് മുഹമ്മദിലെ മെമ്പർമാരാ. അതുകൊണ്ട് നമ്മൾ മഹാന്മാരായ ഔലിയാക്കളെ, ആരിഫീങ്ങള്, സയ്യിദന്മാരെ സ്നേഹിച്ച നാളെ സ്വർഗീയ ലോകത്തേക്ക് അവർ പാറി പറക്കുമ്പോ സ്നേഹത്തിന്റെ പേരില് നമുക്കും പിന്നാലെ കൂടാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇൻഷാ അല്ലാഹ് കുറെ ഉണ്ടല്ലേ വേണ്ട, ഞാൻ 10 കൂടെ തങ്ങളത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. തേൻ്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല. ഒരു 100 തേന് പേടിച്ച് നിങ്ങൾ പോരുത് കേട്ടോ. അപ്പോൾ തങ്ങളത് കഴിഞ്ഞിട്ട് അത് എന്നാലും തങ്ങളെ ഏൽപ്പിച്ച ബുദ്ധിമുട്ടല്ലേ, തങ്ങളെ ബുദ്ധിമുട്ടോ അത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ആയിക്കോളാം ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്താൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി കൂട്ടിയെടുത്ത്. ഇത് തേൻ്റെ ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല. തങ്ങൾ ഇൻഷാ അല്ലാഹ് തങ്ങളെ സംസാരം കഴിഞ്ഞാൽ 10 കൂടി ഇരിക്കും. ആ തേൻ എല്ലാവരും മനസ്സിൽ കരുതിക്കോളി. ഒരു 313 പൈസ ഇല്ലാത്തവർ ഇന്ന് കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി, നമ്പർ കൊടുത്താൽ മതി. പൈസ ഉള്ളവർ 500 കൊടുത്തിട്ട് 313 നീയത്ത് ചെയ്യുക, വാക്കണ്ട് പൊരുത്തപ്പെട്ട് കൊടുക്കും ചെയ്യാം. കാരണം ഇവിടെ ചില്ലറ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ചിലർ വാങ്ങും ചെയ്യാം. ഇതൊക്കെ അല്ലാതെ വേറെ എന്തിനാ പൈസ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെല്ലാത്തിലേക്കും കൂടി ഒറ്റ ഊത്തും ഇൻഷാ അല്ലാഹ്. ഊതിക്കണോ? ആ മതി ഇൻഷാ അല്ലാഹ്. പാണക്കാട്ടത്തെ മന്ത്രം അവരുടെ ഊത്ത്, നമ്മളെ കൂത്തെന്ന് പറഞ്ഞാൽ പാമ്പ് ഊതുന്ന ഊത്താണ് ഈ കാര്യം. പക്ഷെ പാണക്കാട്ടത്ത് നാവുന്നേരിന് ഊത്തുന്ന ആ സമൂഹത്തിന് ഏറ്റവും വലിയ ആവശ്യം അതാണ്. തങ്ങൾ ഊതിയ ഒരിക്കൽ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പാണക്കാട്ടൊക്കെ ഒരു പരിപാടിക്ക് തങ്ങൾ വിളിച്ചിട്ട് തന്നെ പോയതാണ്. സത്യത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ മഞ്ഞുകാലാവുമ്പോൾ പെട്ടെന്ന് സൗണ്ട് അടക്കും. ചെറുതായിട്ട് സൗണ്ട് ഇപ്പോഴും അടിച്ചിട്ടുണ്ട്. തങ്ങൾ ഊതിയൊന്ന് ഞാനും കൊണ്ടുപോകും. കാരണം ഈ മഞ്ഞും ഓപ്പൺ സ്റ്റേജിലുള്ള വേല എല്ലായിടത്തും. ഇന്നലെ മംഗലാപുരമായിരുന്നു. അപ്പോൾ നല്ല മഞ്ഞ് കണ്ടപ്പോൾ സൗണ്ട് അടഞ്ഞു പോയിട്ടുണ്ട്. ഞാനൊരിക്കൽ പാണക്കാട് പോയപ്പോൾ തങ്ങൾ സ്റ്റേജിലുണ്ട്. തങ്ങൾ എന്നെ വിളിച്ചതാണ്. വലിയ ഈ പ്രയാസമൊന്നുമല്ല, സൗണ്ട് ഇങ്ങനെ കിട്ടണില്ല. നിരന്തര പരിപാടികൾ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ തങ്ങളെ കൊണ്ടൊരു തേന് മന്ത്രിപ്പിച്ചിട്ട് വണ്ടിയിൽ നിന്നാണ് കുടിച്ചപ്പോൾ എൻ്റെ കാര്യം പറയാം. അള്ളാഹു എങ്ങനെയാണ് ഇങ്ങനെ തേനുകൊണ്ട് തുറക്കുന്ന അന്ന് അറിഞ്ഞു. കുടിച്ചാൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഇത് കുടിക്കലും തുറക്കലും ഒപ്പായി. അങ്ങനെ ചവിട്ടി തുറക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് മൈക്ക് കൈമാറാണ്. അസ്സലാമു അലൈക്കും. പടിഞ്ഞാറിന്റെ സെമിത്തേരിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സജ്ജമാക്കാൻ തുനിഞ്ഞിറങ്ങിയ പാശ്ചാത്യൻ ഏജന്റുമാരോട് സന്ധിയില്ലാ സമരം ചെയ്ത് പരലോകത്ത് പൂത്തുകത്തേണ്ട പുണ്യമതമായ പരിശുദ്ധ ഇസ്ലാമിന്റെ ഋജുവായ മാർഗം കേരളീയ മുസ്ലിം ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത മതപണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSF ഇന്ത്യന്നൂർ ശാഖ സിൽവർ ജൂബിലി മഹാസമ്മേളനത്തിന്റെ സമാപന വേദി ഉദ്ഘാടന കർമ്മം ചെയ്തുകൊണ്ട് കത്തി അരിഞ്ഞ തളിക്ഷേത്ര കവാടത്തിലും കലാപകാരികൾ അഴിഞ്ഞാടിയ ഹൈദരാബാദിന്റെ തെരുവോരങ്ങളിലും വർഗീയത താണ്ഡവമാടിയ മാറാടിന്റെ കടലോരങ്ങളിലും മതസൗഹാർദ്ദത്തിന്റെ വെള്ളരിപ്രാവായി പറന്നിറങ്ങി പാരമ്പര്യമുള്ള പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഐതിഹാസികമായ സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. തങ്ങളവറുകളെ അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആലിക്കുട്ടി ഹാജി അവറുകളെ, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ നാസർ സാഹിബ്, ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി വണിയന്നൂർ, ബഹുമാനപ്പെട്ട ഷാബുദ്ദീൻ ഫൈസി തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, ഇന്ത്യന്നൂർ യൂണിറ്റ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. സംഗമം സ്വാലിഹ മലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെ എല്ലാ ഹലാലുദ്ദേശങ്ങളും അള്ളാഹു നിരുദ്ധരിക്കുകയും ചെയ്യുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും അള്ളാഹു ഇതേപോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ ഇന്ത്യനൂർ ശാഖയിൽ 2.5 പതിറ്റാണ്ട് കാലമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ദാവാ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തി വളരെ മാതൃകാപരമായ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് സംഘടനയിൽ നടക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ഈ മഹലിലുള്ള എല്ലാ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഒക്കെ തന്നെ നിർലോഭമായ സഹായങ്ങളും സഹകരണങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ സജീവമായ സഹായ സഹകരണങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നൽകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വഴി തെറ്റാതെ ധർമ്മബോധമുള്ള ഉത്തമ സമൂഹമായി മാറാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കേണ്ടത് നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. ഇതിലൂടെ നന്മയുടെ കൂട്ടായ്മകളാണ് നമുക്ക് വളർത്താൻ സാധിക്കുന്നത്. വിദ്യാർത്ഥി യുവസമൂഹം ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളുമാണ് അവരെ അത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് തിന്മയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ആ തിന്മയുടെ വഴികൾ കൊട്ടിയടക്കപ്പെടേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് നന്മയുടെ കൂട്ടായ്മകൾ നമ്മുടെ പ്രദേശങ്ങളിൽ വളർത്തിക്കൊണ്ടുവരണം. അതാണ് SKSF-ലൂടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവ സമൂഹത്തിന് നൽകാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ ഈ നന്മയുടെ പ്രവർത്തനങ്ങളുമായി ഇവിടെ SKSF-ൻ്റെ കീഴിലായി ഉത്ബോധന ക്ലാസ്സുകളും മറ്റ് ദവാ പ്രവർത്തനങ്ങളുമെല്ലാം ഇവിടെ നടക്കുമ്പോൾ അതിലൂടെ വളർന്നൊരു വിദ്യാർത്ഥി സമൂഹം അതിൻ്റെ പ്രചാരകരായി മാറുന്നു. അതിൽ പങ്കെടുത്തുകൊണ്ട് അവരും ഈ മഹിതമായ സംരംഭത്തിലേക്ക്, പ്രവർത്തനത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. അതിലൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചത്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അത് വ്യതിയാനങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് നേരിട്ട് കണ്ടുപഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ ഇവിടെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനമായി കടന്നു വന്നു. അതിലൂടെ വളർന്നു വന്തിരിപ്പിച്ചു. ആ മഹിതമായ ആശയങ്ങൾ 9 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും ഇവിടെ സജീവമായി നിലനിൽക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. 1920 കാലഘട്ടം വരെ കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാവരും ഒരേ ആശയാദർശങ്ങളിലാണ് ഇവിടെ ജീവിച്ചു വന്നത്. എന്നാൽ 20-ന് ശേഷമാണ് പുതിയ ചിന്താഗതികൾ കടന്നു വന്നത്. മുൻഗാമികളെ മുസ്ലിങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് അവരെ പിൻപറ്റേണ്ടതില്ല, അവർക്ക് തന്നെ വഴി പേച്ചവരാണ് എന്ന തരത്തിലുള്ള വാദഗതികളുമായി പുതിയ ചിന്താഗതിക്കാർ കടന്നു വന്നപ്പോഴാണ് പൂർവികരായ മഹാന്മാരെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ, വിജയികൾ എന്നുള്ള സന്ദേശം അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മോട് പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മോട് പറഞ്ഞു തൻ്റെ സമുദായം 73 വിഭാഗമായി മാറുമെന്നും അതിലൊരു വിഭാഗം മാത്രമേ യഥാർത്ഥ വിശ്വാസികൾ, വിജയികൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ ചോദിക്കപ്പെട്ടപ്പോൾ താനും തൻ്റെ സഹബാക്കളും ഏത് മാർഗമാണ് അവലംബിച്ചിട്ടുള്ളത്? ആ മഹിതമായ പാത പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ, വിജയികൾ എന്നാണ് പറഞ്ഞത്. ആ മഹിതമായ ആശയങ്ങൾ അത് വികലമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ അവരെ പിൻപറ്റേണ്ടതില്ല എന്ന് ഇവിടെ സമൂഹത്തിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് മുൻഗാമികളെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ അനർത്ഥമാക്കുന്നതിന് വേണ്ടി ഈ മഹിതമായ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചു. നിസ്വാർത്ഥ നിഷ്കളങ്കരമായ ആരിഫീങ്ങളായ ഔലിയാക്കളാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. മഹാന്മാരെ സാദാത്യങ്ങളും ഔലിയാക്കൾ പണ്ഡിതന്മാരും ഒക്കെ നേതൃത്വം നൽകിയ മഹിതമായ പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ ഒരു പ്രസ്ഥാനം തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേര് ഇറങ്ങിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചു. കാരണം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ, ഈ പ്രസ്ഥാനം വഴി തെറ്റിയ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ അജയ്യമായി ഇന്നും
നിലനിൽക്കുന്നതിന് കാരണം ആ മഹാന്മാരായ നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ മഹത്ത അനുഗ്രഹമാണ് ഇന്നും ഇവിടെ ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നതിൻ്റെ അജയമായി തന്നെ നിലനിൽക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കീഴിലാണ് നാം അടിയുറച്ചു നിൽക്കേണ്ടത്. നമ്മുടെ ഐഹികം പാരമ്പര്യമായ ജീവിത വിജയത്തിന് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനങ്ങൾ അത് സമൂഹത്തിൽ നൽകുന്ന സന്ദേശങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ വിശ്വാസികളായി മാറാൻ നമുക്ക് സാധിക്കണം. നിരവധി പ്രസ്ഥാനങ്ങൾ ഇവിടെ കടന്നു വന്നു. അവരൊക്കെ തന്നെ പലപ്പോഴും അവരുടെ ആശയാദർശങ്ങൾ വഴി വ്യതിചലിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇവിടെ രൂപീകരിച്ചതെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെയാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നത്. ഇതിൻ്റെ കീഴിലാണ് നാം നിലനിൽക്കേണ്ടത്. അതിലൂടെ മാത്രമേ പാരത്രിക ലോകത്ത് നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം മുന്നോട്ട് വരണം. അതിൻ്റെ ആ സന്ദേശങ്ങൾ അത് വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനം SKSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെ നാം രൂപീകരിച്ചിട്ടുള്ളത്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപം നൽകിയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. മുസ്ലിം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വൈജ്ഞാനിക മേഖലയിൽ, മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഏത് മേഖലയിലാണെങ്കിലും അവർ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ധാർമ്മിക ബോധത്തോടു കൂടി അവർ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ അതിന് അവരെ സഹായിക്കാൻ വേണ്ടി സ്വയം സമർപ്പിതമായ ഒരു സമൂഹത്തെ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ദാവാ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിനെ കുറിച്ച് വേണ്ടത്ര ബോധമില്ലാതെ വളരുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും അതിലുപരി മറ്റുള്ള നമ്മുടെ സഹോദര സമുദായപ്പെട്ട ആളുകൾക്കുമൊക്കെ തന്നെ ഇസ്ലാമിൽ സന്ദേശങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ സുന്ദരമായ സന്ദേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവരെ ആകർഷിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരസ്പര സ്നേഹവും സൗഹൃദമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങൾ. അത് യഥാർത്ഥ രൂപത്തിൽ സമൂഹത്തിൽ നൽകിക്കൊണ്ട് ഇന്ത്യയുടെ മഹിതമായ പൈതൃകം, പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നാം നടത്തുന്ന തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനുകളും അതുപോലെ തന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ നാം നടത്തുന്ന മനുഷ്യ ജാലികയും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശങ്ങൾ ഇവിടെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇതിനൊക്കെ വലിയ പ്രസക്തിയാണുള്ളത്. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഐക്യവും അഖണ്ഡതയും തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇന്ന് പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇന്ന് മതത്തെ ചൂഷണമായി കണ്ടുകൊണ്ട് മതവിശ്വാസികൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കിക്കൊണ്ട് അതും വോട്ട് ബാങ്കിന് വേണ്ടി വോട്ട് ലഭിക്കുക എന്ന അതിലൂടെ അധികാരത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം കളഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്നുള്ളത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹോന്നതനായ നേതാക്കന്മാരെ ഒക്കെ തന്നെ അവരുടെ ദേശസ്നേഹത്തെ പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്ര നേതാക്കന്മാരെ പോലും ഇകഴ്ത്തിക്കൊണ്ട് അവരെ കൊല ചെയ്ത ആളുകളെ ദേശസ്നേഹികളായും അവരെ രാഷ്ട്ര നിർമ്മാതാക്കളായും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റുകളാണ് ഇന്ന് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം സമൂഹത്തെ പോലും ഇന്ന് അവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ മുമ്പിൽ ഇവിടെ ഇന്ന് ദേശസ്നേഹികളായി ഇന്ന് വർത്തിക്കുന്നത് ഇവിടെ ബ്രിട്ടീഷുകാർക്ക് അടിമവേല ചെയ്ത ആളുകളാണ്. അവരാണ് ഇന്ന് ദേശസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ദേശത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് ഇടപെരുതിയ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ ദേശദ്രോഹികളായി അവർ ഇവിടെ ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയൊടിക്കാൻ ഇവിടെ നമ്മുടെ മതേതര പൈതൃകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അതൊന്നും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാനാണ് ഇവിടുത്തെ ഇന്ന് ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധികളാണ് നാം ഉള്ളത്. ഈ പ്രതിസന്ധികൾക്കൊക്കെ തന്നെ പരിഹാരം ഇവിടെ നേരത്തെ ജലീൽ റഹ്മാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അള്ളാഹുവിനുള്ള വിശ്വാസം നാം ഊട്ടിയുറപ്പിക്കുക. അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് മറ്റെല്ലാം
അതെല്ലാം തന്നെ അള്ളാഹു തടുക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി അതിന് സാധ്യമാവണമെങ്കിൽ നാം ഈ ലോകത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെയും തന്നെ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ജീവിച്ചവരാണ് മുൻഗാമികളായ ആളുകൾ. ഇവിടെ ഇസ്ലാമിക പ്രബോധനമായി കടന്നു വന്ന മാലിക് ബിൻ ദീനാറും സംഘവും അതേപോലെയുള്ള മഹാന്മാരൊക്കെ തന്നെ ഇവിടെ ഇസ്ലാമിനെ ഇവിടെ വന്തരിപ്പിച്ചത് ഇവിടെ സൈനിക അകമ്പടി കൊണ്ടല്ല, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച വാളുകൊണ്ടൊന്നുമല്ല. അവരുടെ ജീവിത വിശുദ്ധിയാണ്, സത്യസന്ധതയും നീതിയും ന്യായവും സ്നേഹവും സാഹോദര്യമുള്ള ജീവിതം. ആ മഹിതമായ ജീവിതമാണ് നാം മുറുകെ പിടിക്കേണ്ടത്. ആ ജീവിതം മുറുകെ പിടിച്ചെങ്കിൽ മാത്രം നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കും, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അങ്ങനെ നിരവധി സമൂഹങ്ങളെ അള്ളാഹു അനുഗ്രഹത്തിലൂടെ വിജയിപ്പിച്ച് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. ബദർ യുദ്ധം നമുക്കറിയാം. ബദറിൽ 100% പരാജയപ്പെടുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിട്ട് പോലും അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിശ്വാസം അതൊന്നുകൊണ്ട് വേണം അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടി പടപൊരുതിയപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അള്ളാഹു അവരെ സഹായിച്ചുകൊണ്ട് ആ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് മുതൽ മരിക്കുന്നതുവരെ എങ്ങനെ ജീവിക്കണമെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പകർത്താനും അത് ജീവിക്കാനും നാം മുന്നോട്ട് വരിക, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമായി മാറേണ്ടത്. വിശുദ്ധ ഖുർആൻ ജീവിച്ച മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ ജീവിതവും അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് രണ്ടും മുറുകെ പിടിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിനെ മാതൃകയാക്കി ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയമാണ് എല്ലാ മേഖലയും ഉണ്ടാവുക. ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ പലരും അള്ളാഹുവിൻ്റെ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് വാക്കുകൾ പറയുകയും അള്ളാഹുവിൻ്റെ ഹബീബിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെ ഹബീബ് കൊണ്ടുവന്ന് സ്വീകരിക്കാൻ മടിച്ചുകൊണ്ട് നിഷിദ്ധമാക്കിയതിൻ്റെ പാതയിലൂടെയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമാ താരങ്ങളെയും കായിക താരങ്ങളെയും മാതൃകയാക്കുന്നു, അവരനുകരിക്കുന്നു, അവരെപ്പോലെ ജീവിക്കാൻ, അവർ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ സഹോദരങ്ങളും സഹോദരിമാരും താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിലാണ് ഉത്തമമായ മാതൃക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുമ്പോൾ ആ മാതൃക, ആ പാത സ്വീകരിക്കാൻ നമുക്കിന്ന് താല്പര്യമില്ല. അതുകൊണ്ടാണ് നാം ഇന്ന് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് പരിഹാരം അള്ളാഹുവിനോട് പ്രാർത്ഥനകളാണ്, അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിച്ചുകൊണ്ട് ഉത്തമ വിശ്വാസികളായി മാറണം. അങ്ങനെയുള്ള ഉത്തമ സമൂഹത്തിന് സൃഷ്ടിപ്പിന് വേണ്ടിയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന മഹിതമായ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നൽകണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനിയുടെ പ്രഭാഷണം തുടരുകയാണ്. അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തോടു കൂടി നമ്മുടെ ഈ പ്രഭാഷണ രംഗത്തും ദാവാ രംഗത്തുമൊക്കെ തന്നെ നല്ലതായ പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു വിജയം നൽകുമാറാവട്ടെ. ഈ പരിപാടിയിലേക്ക് പലരും സംഭാവന നൽകിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാനും വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. ഇവിടെ സംഭാവന നൽകി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഉദ്ദേശങ്ങൾ അല്ലാഹുവിനെ അറിയാം, അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നിരവധി നമ്മുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട കോട്ടുമല ബാബു മുസ്ലിയാർ, മരുമ്പത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ് തുടങ്ങിയ മഹാന്മാരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും ബന്ധുക്കളും പലരും മരണപ്പെട്ട കൂട്ടത്തിലുണ്ട്. അള്ളാഹുർക്ക് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായിട്ടുള്ള പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട്. ക്യാൻസർ ബാധിച്ച രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗികൾ, കിഡ്നി സംബന്ധമായ രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികളുണ്ട്. ശരീരം കൊഴിഞ്ഞു പോയ രോഗികൾ, ജന്മനാസുഖം ബാധിച്ച ആളുകൾ, ആശുപത്രി കഴിയുന്ന ICUയിൽ കഴിയുന്ന രോഗികളുണ്ട്. അപകടങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. ചെറുതും വലുതുമായ ആളുകൾ, പ്രഷർ പ്രമേയമുള്ള രോഗികൾ അല്ലാഹു ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങൾ എത്ര അല്ലാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അപകട മരണത്തെ തൊട്ട്, പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അള്ളാഹു നമ്മേവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമുക്കേവർക്കും നാഫിയറും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ.
മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നും ഹൗദുൽ സൂക്ഷിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം വീട്ടുവാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, വീട് നിർമ്മിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീട് നിർമ്മാണം തുടങ്ങിയവരുടെ തന്നെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, സ്വാലിഹായ ഇണകളെ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, സ്വാലിഹ സന്താനങ്ങളെ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, പ്രസവത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. മതപരമായി ഭൗതികപരമായി വിജ്ഞാനം കരസ്ഥമാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുമുണ്ട്. ഉന്നതമായ വിജയം അള്ളാഹുർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. SSLC, +2, ഡിഗ്രി തുടങ്ങിയ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. മദ്രസ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളുണ്ട്. അള്ളാഹുർക്ക് പരീക്ഷകൾ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഉന്നതമായ വിജയം അള്ളാഹുർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹായ സന്താനങ്ങൾ വർത്താൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിൽ ഉപകരിക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രവാസികളായ പല സഹോദരങ്ങളും നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹുർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമയ സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ കുറച്ച് തേന് ഇവിടെ ലേലം വിളിക്കാനുണ്ട്. അതൊക്കെ തന്നെ ലേലം വിളിച്ചുകൊണ്ട് അത് ഈ പരിപാടി വിജയിപ്പിക്കണം. അത് വിളിച്ചെടുക്കുന്ന ആളുകൾക്ക് എന്തുദ്ദേശത്താലാണ് അവർ അത് സ്വീകരിക്കുന്നത്, അത് കുടിക്കുന്നത്, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചെടുക്കുമാറാവട്ടെ. അവരുടെ അസുഖങ്ങളൊക്കെ തന്നെ അള്ളാഹു ഷിഫ നൽകി കൊടുക്കുമാറാവട്ടെ. അതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന സംഘാടകർ, പ്രവർത്തകന്മാർ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തെ അള്ളാഹു പുരോഗതിയിലേക്ക് ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ചെയ്ത് നിർവഹിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. തങ്ങൾ പോകാനാണ് സൗകര്യം ചെയ്ത് കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇരിക്കും. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇതിനേക്കാൾ സന്തോഷത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനാണ് അല്ലേ? അതിനല്ലേ ലക്ഷ്യതല്ലേ? അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളാണ് ഇരിക്കുക, പറയാ, കേൾക്കുക, ഇതൊക്കെ അതിനാണ്. ഇപ്പൊ തേന്റെ കാര്യം അമീതലിതങ്ങളും അതിൻ്റെ മുമ്പ് ഞാനും പറഞ്ഞു. അള്ളാഹിന്റെ ദീന് വിജയിപ്പിക്കാൻ എന്തിനാ തേന്? ദീന അള്ളാന്റെ ആണെങ്കിൽ അള്ള വിജയിപ്പിക്കുമല്ലോ. നമ്മളെ തേനുമാണ്. ചിലർ പറയലുണ്ട് ഞാൻ മഹലിന്റെ പ്രസിഡന്റാണ്, ഞാൻ പള്ളീന്റെ പ്രസിഡന്റാണ്. പള്ളി അള്ളാന്റെ വീടാണെങ്കിൽ പിന്നെ അതിനെന്തിനാ പ്രസിഡന്റ്? അല്ല, അള്ളാന്റെ വീടാണ് പള്ളിയെങ്കിൽ അതിന് പിന്നെ വേറെ പ്രസിഡന്റ് വേണം. അള്ളാന്റെ വീടാണ് പള്ളിയെങ്കിൽ അതിന് സെക്രട്ടറി ആണോ? വേണ്ടല്ലോ. പിന്നെ ആ പറഞ്ഞതൊക്കെ എന്താ അറിയോ? അള്ള നമുക്ക് അങ്ങനെ സൗകര്യം ചെയ്തു തരാം. തേനില്ലാതെയും നമ്മൾ കൊടുക്കണ പൈസ ഇല്ലാതെയും അള്ളാഹു താലാക്ക് അവന്റെ ദീന് വിജയിപ്പിക്കാം. പിന്നെ നമ്മളെടുത്ത് എന്തിനാണ് ഈ തേന് വരുന്നത്, പൈസ വരുന്നത്? പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യം, വാതായനങ്ങൾ അള്ളാഹു തുറന്നു വെക്കാണ്. ഞാൻ ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാനപ്പോൾ സ്റ്റേജിലുണ്ട്. എൻ്റെ പ്രസംഗം ബഹുമാനപ്പെട്ട ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കാം. മഹദൂനങ്ങൾ പൊന്നാനിയിൽ വന്നിട്ട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ മൊത്തം ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം.
മഹദൂനങ്ങൾ അറിഞ്ഞാലോ എന്താ മനുഷ്യനെ കളിയാക്ക. ഞാൻ ഇവിടെ പള്ളി ഉണ്ടാകുക ഉദ്ദേശിച്ചത് നിന്നെ മാത്രം സ്വർഗത്ത് കടത്താനല്ല, ഇവിടെ ഒരുപാട് മൊമിനികളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് എല്ലാവരും സ്വർഗത്ത് കയറ്റാണ്. മൊത്തങ്ങളാണ് എന്നാൽ പിന്നെ ഓൽക്കെന്താ ഉള്ളത്? അതുകൊണ്ട് നിങ്ങൾ കുറച്ച് തന്നാൽ മതി എന്ന പോലെ ഇത് മൊത്തമാണ് നിങ്ങൾ ആരെങ്കിലും തരുമെന്ന് എനിക്കറിയാം. അല്ല എന്താ ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്നവരല്ല. പക്ഷെ അങ്ങനെ ഒരാളിരുന്ന് മൊത്തം വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും തേന അങ്ങോട്ട് തരിക, എല്ലാവരും കുറേശ്ശെ പൈസ വാങ്ങുക, എന്നിട്ട് സ്വർഗത്തിന്റെ ടോക്കൺ കയ്യിൽ തരിക. അതാണ് പാണക്കാട്ടത്തെ തങ്ങൾ വന്നിട്ടാണ് വാങ്ങിക്കോളി അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയുന്നത്. എൻ്റെ ഒച്ചപ്പാടുകൾ ഒരു ജന്തുവിന്റെ ശബ്ദമാതിരി കേട്ടോളി. പക്ഷെ തങ്ങൾ ഇടപെട്ടു. ഇപ്പൊ അള്ളങ്ങനെ നോക്കുകയാണ് ആരാണ് തേന വാങ്ങണേ. എന്താ നോക്കൂലേ? എന്താ അങ്ങൊക്കെ തോന്നുന്നു? നോക്കൂല എന്നാ തോന്നുന്നു. അള്ളങ്ങനെ നോക്കാം. മലക്കുകളൊക്കെ ഇവിടെ ഉണ്ട്, പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. തന്നവരെ പേര് ഇവിടെ സംഘാടകരല്ല, ആദ്യം മലക്കുകൾ എഴുതിക്കും, പിന്നെ പൈസ തരാത്തവരെ പേര് സംഘാടകർ എഴുതിക്കോളൂ. കാരണം ഓൽക്കിപ്പോൾ പേരായി പോകണമെന്നില്ല, പൈസ കിട്ടണ്ടേ. മലക്കൊക്കെ ഇങ്ങനെ പൈസ അല്ല, നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഏടിൽ ആദ്യം എഴുതിക്കണം. അപ്പൊ മലക്കുകൾ പേനയും പേപ്പറും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളെ കൈ പോക്കറ്റിക്ക് പോകണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട്. ദീനിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. സ്വർഗീയ ആരാമങ്ങളിൽ നിന്നുള്ളൊരു തോപ്പാണെന്നാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചോദിച്ചാലും കിട്ടുന്ന സ്ഥലം. അപ്പൊ ഇവിടുന്ന് എന്ത് ചോദിച്ചാലും കിട്ടും. അതിനിടയിൽ ഒരു സദക്ക, മഹാന്മാരെ പാത നമ്മുടെ വിഷയം. അതിന് സദക്ക ഒരിക്കലും ഒഴിവാവൂല. കാരണം ഏത് മഹാന്മാരും സദക്കയിൽ മുന്നിലാണ്. ഏത് മഹാന്മാരും സദക്കയിൽ മുന്നിലാണ്. ഈ മാസം മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു വഫാത്തായ മാസമല്ലേ. അന്ന് സദഖയിൽ മുന്നിലാണ്. റിഫായി ഷേഖിന്റെ ഏറ്റവും വലിയ ഹോബി എന്താ അറിയോ? എല്ലാരെയും സംഘടിപ്പിച്ചിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക. അതിൽ തലക്ക് സുഖമില്ലാത്ത പിരാന്തന്മാരൊക്കെ, നാടിന്റെ നാനാഭാഗത്തുള്ള ഭ്രാന്തന്മാരൊക്കെ കൊണ്ടുവരിക, കുളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. ആര്? റിഫായി ഷേഖ്. ചിന്തിക്കണേ, റിഫായി ഷേഖിന്റെ സ്വഭാവം. എന്തിനേറെ പറയുന്നു, അല്ലാ കഷ്ടപ്പെടുന്ന കുഷ്ഠരോഗിയായ ഒരു പട്ടി, ആ പട്ടിക്ക് 40 ദിവസം കുളിപ്പിച്ചു കൊടുത്തു, മുറിവിന് മരുന്ന് വെച്ച് കൊട്ടിക്കൊടുത്തു. അങ്ങനെ 40 ദിവസം ട്രീറ്റ്മെന്റ് നടത്തി. ആരിഫീങ്ങളുടെ സുൽത്താൻ എന്ന അപരനാമത്തിൽ വേൾഡിൽ പ്രശസ്തനായ മഹാനായ അഹ്മദുൽ കബീർ റിഫായി അഭയം തേടി വന്ന പട്ടിക്കാണ് റിഫായി ഷേഖ് 40 ദിവസം അഭയം കൊടുത്തത്. ട്രംപോ മനുഷ്യന്മാരോട് കൊണ്ട് വരില്ല എന്ന് പറയുന്നു. അഭയം തേടി വന്ന പട്ടി, കഷ്ടപ്പെട്ട കുഷ്ഠരോഗിയായ പട്ടി. ആ പട്ടിക്ക് 40 ദിവസം എല്ലാ നിലയിലും മരുന്ന് വെച്ചോട്ട് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് കുളിപ്പിച്ചിട്ട് റിഫായി ഷേഖ് ഇങ്ങനെ പട്ടിയെ ചികിത്സിച്ചു. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, മൻ ഖതഅ റജാ മനിർതജാഹു ഫഖതഅ അല്ലാഹു റജാഅഹു യൗമൽ ഖിയാമ. ഈ പട്ടി എൻ്റെ അടുത്തേക്ക് വന്നത് അതിനെന്തെങ്കിലും കിട്ടാനാ, ഭക്ഷണം കിട്ടാനാ. അപ്പൊ അത് പ്രതീക്ഷിച്ച് എൻ്റെ അടുത്ത് വന്ന ഈ പട്ടിക്കുള്ള പ്രതീക്ഷ ഞാൻ മുറിച്ചു കളഞ്ഞാൽ എൻ്റെ പ്രതീക്ഷ നാളെ അള്ളാഹു മുറിച്ചു കളയും. സുബ്ഹാനല്ലാഹ്. അമേരിക്കക്ക് കുറെ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയിൽ വരുമ്പോൾ ഇപ്പം ഇങ്ങനെ വായിലടച്ചു വിട്ടാണ്. അപ്പം എൻ്റെ പ്രതീക്ഷ നാളെ നമുക്ക് നോക്കാം. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്തോ ഒരു മുസീബത്താണ്. പിന്നെ നമ്മളെ കൊലായ്മലുണ്ട് കേട്ടോ ട്രംപ്. അതെങ്ങനെ അറിയാനേ? അല്ല കൂട്ടരെ, ഈ പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾ ട്രംപിന്റെ സ്വഭാവത്തിലേക്ക് കാട്ടുന്നത്. കാരണം ഭൂമിക്ക് തന്നെ അഭയാർത്ഥികളോട് വരണ്ടെന്ന് അറിയില്ലേ? അല്ല, നിങ്ങൾ എന്തേ ചിരിക്കണേ? നമ്മളെ പോലെ തപ്പിയ ട്രംപ് ഉണ്ട്. ആ ഭാര്യന്റെ പ്രസവം ആവശ്യമില്ലാതെ നിർത്തണ ഭർത്താവ് ട്രംപ് തന്നെയാണ്. കാരണം ഭൂമിക്ക് തന്നെ അഭയാർത്ഥികളോട് മൂപ്പരും ഇങ്ങോട്ട് വന്നുകൊണ്ട് പറയണം, ഞാൻ ആരും ഇങ്ങോട്ട് വരണ്ട. ട്രംപ് പറഞ്ഞ അമേരിക്ക വരണ്ടാന്ന്, നമ്മൾ പറഞ്ഞ ദുനിയാവൊക്കെ തന്നെ വരണ്ട. അല്ലല്ലേ? ട്രംപ് പറഞ്ഞ നിങ്ങളെ ഒടുക്കാച്ച പോയിക്കൂല, അമേരിക്കക്ക് വരണ്ടെന്ന. നമ്മളെ പോലെ കൊലായ്മയുള്ള ആള് പറയാണ്, ഭാര്യന്റെ വരവ് കടന്നു തന്നെ റൂട്ട് പൂട്ടിയിട്ട് പറയാണ്, നിങ്ങൾ അമേരിക്കക്കല്ലേ ഇന്ത്യക്കല്ലേ ദുനിയാവ്ക്ക് തന്നെ പോയോ.
അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് സ്വഭാവം കാണിച്ചപ്പോൾ അവിടെ ആയിട്ടും സ്വഭാവമുള്ള ഒരാളെ കിട്ടിയതാണ് അള്ളാഹ്. ഈ ട്രംപ് ആണെങ്കിലും മോഡി ആണെങ്കിലും ഒന്നും ശരിക്കും മനുഷ്യന്മാരല്ല, അള്ളാഹിൻ്റെ അദാബിൻ്റെ ചാട്ടവാറാണ്. അച്ഛങ്ങളെ മോറുണ്ടല്ലോ നിങ്ങൾ അല്ലാണ്ട് കണ്ടില്ലേ? രണ്ടും ഏകദേശം ഒരേ മോഡലാണ്. അതൊക്കെ അള്ളാഹിൻ്റെ അദാബാണ്. ഇതിനൊക്കെ കാരണം നമ്മളാണ്. നമ്മളുണ്ടില്ലേ ഈ 500, 1000 ഒക്കെ എടുത്തു പോകാൻ കാരണം എന്താ? നമ്മൾ ഈ വയലിന് 500, 1000 ഒക്കെ പോക്കറ്റിൽ വെച്ച് വരും. ഒരുപാട് പാട്ട് പാടിയിട്ട് അരമണിക്കൂറൊക്കെ ദ്വാരന കാണാൻ ഉണങ്ങിയ 10 ഉറുപ്പിക ഇട്ട് കൊടുക്കണം. അപ്പൊ അള്ള വെച്ചെന്നാ പിന്നെ മറ്റേ വേണ്ടാന്ന് ഇനി മര്യാദക്ക് 2000 ഇങ്ങോട്ട് തന്നോളൂ, അല്ലേ അതും പോകും, ഉപ്പടുത്ത് പോകും. ഇതൊക്കെ കാരണം നമ്മളാണ്. വെറുതെ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. നമ്മൾ ഇനി പിടിച്ചു വെച്ചാൽ ഇനി അത് പോക്കറ്റെന്ന് പോകും. ഇതൊക്കെ ദീനിന് കൊടുക്കാൻ റസൂലുള്ളാന്റെ പേരിൽ ചോദിക്കുമ്പോൾ പൈസ തന്നിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളെ പേരിൽ കോടികൾ കല്യാണം എന്ന് പറഞ്ഞിട്ട് ചെലവാക്കണം ആൾക്കാരാണ് അല്ലേ? ഒരു മോളെ കണ്ട് ഇറക്കാൻ എത്ര കോടികളാണ് വിതരണം ചെയ്യണമെന്നറിയാം. മുമ്പിലൊക്കെ വാഹന വ്യൂഹാണ്. കാരണം കല്യാണം ക്യാമായി എന്ന് പറഞ്ഞെങ്കിൽ പാവപ്പെട്ട രോഗിനെ ആശുപത്രി കൊണ്ടാൻ കഴിയാതെ റോട്ടിൽ കെട്ടിക്കിടക്കണം. എന്നാ കല്യാണം ഉഷാറായി. ഇപ്പം അങ്ങനെയാണ്. മൂപ്പരെ കല്യാണം ആശുപത്രിക്ക് ആൾക്കാർക്ക് പോകാൻ പറ്റില്ല, കാരണം ബ്ലോക്ക് ആയിരുന്നു. ഇങ്ങനെ ഇപ്പം കല്യാണം ക്യാമ്പ അതിന് കോടികൾ ദൂരത്തിന് ചെലവഴിക്കുന്ന നമ്മൾ മോളെ പേരിൽ, മോന്റെ പേരിൽ. അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒരു 313 തരുമോ? സമസ്തയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ്. വലിയ പണക്കാരനായിരുന്നു, മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട ധനാഢ്യനായിരുന്നു. പക്ഷേ വഫാത്തായപ്പോ കഫൻ തുണിക്ക് പോലും കാശില്ല. എന്തേ? ഒക്കെ അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ നിർമ്മാണത്തിൽ സമസ്തയുടെ ആലിമീങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് മഹാനായ ബാഫഖി തങ്ങൾ പാപ്പടക്കം, പൂക്കോയ തങ്ങൾ പാപ്പടക്കോ, മഹാന്മാരായ ആലിമീങ്ങളടക്കം സ്വന്തം പോക്കറ്റിൽ നിന്ന് എത്രയാ കാശ് കൊടുത്തത്? അള്ളാഹു അവർക്കൊക്കെയും ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാന്മാരെ പാതയിൽ സാമ്പത്തികമായ സ്വതക്ക രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗമാണ്. അറിയോ പ്രിയപ്പെട്ടവരെ, അഹ്ലുബൈത്തിന്റെ പാരമ്പര്യം അല്ലാഹു നിലനിർത്തുന്നത് മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു മുഖേനയാ. ആരാണിവരെന്നറിയോ? സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ആ പ്രദേശങ്ങളിലൊക്കെ പാവങ്ങൾ രാവിലെ അങ്ങ് എണീറ്റാ എല്ലാരെ വീട്ടിലും ഭക്ഷണപ്പൊതി റെഡി തന്നെ. രാവിലെ ആളുകൾ എണീറ്റ് നോക്കി എല്ലാവരും പേരയിലും ഭക്ഷണപ്പൊതി. അവിടെ എഴുതിയിട്ടുണ്ട് ഹലാലും മിനല്ലാഹ്, എല്ലാവരും തിന്നോളി, ഇത് ഹലാലാണ്, അല്ലാഹുവിൽ നിന്ന് ഹലാലായി കിട്ടിയതാണ്. ഇത് എവിടുന്നാണ് വരുന്നത് എന്താണെന്ന് ആരും അറിയില്ല, എല്ലാവരും തിന്നുന്നുണ്ട്. അതിനിടക്കാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മരിച്ചു, വഫാത്തായി. ചിന്തിക്കണേ, വഫാത്തായി മയ്യിത്ത് ഒളിപ്പിക്കുമ്പോൾ മയ്യിത്ത് ഒളിപ്പിക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു. കാരണം അവരെ ഈ പെരടി മുതൽ ഊര വരെ കറുത്ത പാട്. നമ്മൾ പുറത്തൊക്കെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി വെച്ചെങ്ങനെ അത് ഉണങ്ങിയുള്ള പോലെ കറുത്ത കറുത്ത പാടുകൾ, വെളുവെളുത്ത ശരീരത്തിൽ കറുകറുത്ത പാട്. ഇതെങ്ങനെ വന്നു എന്നൊരു പിടുത്തം കിട്ടില്ല. അത് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ചയായി മറമാടി അതങ്ങോട്ട് പോയി. പക്ഷെ ആളുകൾ പിന്നെ അത് രണ്ടാമത് ചർച്ചയ്ക്ക് എടുത്ത് എപ്പോഴാരങ്ങള് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഖബറിൽ പോയി കിടന്ന അന്ന് മുതൽ ഈ പാവങ്ങളെ വീട്ടില് രാത്രി വരുന്ന ഭക്ഷണപ്പൊതി കണ്ടില്ലാതായി. അപ്പൊ ആളുകൾ ചർച്ച വന്നു, എല്ലാ പാവങ്ങളുടെ വീട്ടിലും വെളുപ്പിന് മുമ്പേ എത്തിയിരുന്ന ഭക്ഷണപ്പൊതി ഇപ്പോൾ എത്തുന്നില്ലല്ലോ. വഴിയോരത്ത് വെച്ചുകൊണ്ട് ഒരാളങ്ങ് പറഞ്ഞപ്പോ മറ്റൊരാള് പറഞ്ഞു, അത് സൈനുൽ ആബിദീൻ തങ്ങൾ വഫാത്തായ അന്ന് നിന്നതാണ്. അപ്പൊ ഈ കേട്ടാൾ ഇങ്ങനെ ചോദിച്ചു, അത് സൈനുൽ ആബിദീൻ തങ്ങൾ വഫാത്തായെന്ന് നിന്നതാണല്ലേ, അപ്പൊ ആ ഭക്ഷണം പുറത്ത് കണ്ട ഈ കറുത്ത പാടും തമ്മിൽ ഇതിൽ ബന്ധമുണ്ടോ? ഒരാളും സ്വർക്കം കൊടുത്തറിഞ്ഞില്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോഴാണ് അവിടെയുള്ള കുറെ പാവങ്ങൾക്ക് ഓരോ മാസത്തിലും കടയിൽ പറ്റു കൊടുത്തിരുന്ന തങ്ങളാണ്. പാവങ്ങളോട് ആവശ്യമുള്ളതൊക്കെ കൊണ്ടാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്നിട്ട് അങ്ങാടിയിൽ കടയിൽ പൈസ എടുത്ത് കൊടുത്തിരുന്ന തങ്ങളാണ്.
പാണക്കാട് ഒരു ഭാഗത്തെ പള്ളിപ്പണിയിൽ ഇടക്കിടക്ക് ഇങ്ങനെ ദ്വാർക്കും. 2 ലക്ഷം റുപ്യ ഒരാൾ അള്ളാഹു തആല കബൂലാക്കട്ടെ, 3 ലക്ഷം റുപ്യ ഒരാൾ അള്ളാഹ് കബൂലാക്കട്ടെ. ഇത് ഏതാ ആള് ആർക്കും അറിയില്ല. വഫാത്തായ സമയത്താണ് ആ ആള് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ തന്നെ. ആ ആള് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ തന്നെ ദ്വാർക്കും. ഇവിടെ വന്ന അമീദ് അലി തങ്ങളുണ്ടല്ലോ, ഞാൻ അവിടെ വാതിന് അപ്പം എന്നോട് പറഞ്ഞു ഒരു പള്ളിപ്പണിൻ്റെ ആവശ്യമുണ്ട്, നിസ്കാരപ്പള്ളിയാണ്, പക്ഷെ നിങ്ങളെ കൊടുന്ന വിഷയം പറയാം, ഫണ്ട് ഉണ്ടാക്കാനല്ല, പക്ഷെ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു വാശിയായി. പാണക്കാട് നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എങ്ങനെ ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറയണ്ടേ? അങ്ങനെയല്ലേ അവർ പറയുള്ളൂ. അവിടുന്ന് പൈസ ഇട്ടില്ലെങ്കിൽ പിന്നെ ഈ തൊള്ള പറഞ്ഞിട്ട് എന്താ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ സിയാറത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ഇതായിരുന്നു. അവിടുന്ന് അതിനാണ്ട് കയ്യൊക്കെ കയറ്റിച്ചിട്ട് കളി തുടങ്ങി. ഫണ്ടിന് വേണ്ടി തുടങ്ങിയപ്പോൾ സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ 5 ലക്ഷം റുപ്യ കൂട്ടരെ തുടങ്ങാൻ 5000 റുപ്യ എന്നാ പറയാം. നമ്മളിപ്പോൾ കുറേ ആൾക്കാർ തുടങ്ങണ്ടില്ല, നിങ്ങൾ 50 റുപ്യം 15 മുറാദും 50 റുപ്യ. അതിമ ഈമാൻ സലാമത്താണ്, സ്വർഗം കിട്ടണം, കുട്ടിക്ക് വിസയും കിട്ടണം, മരോള് പ്രസവിക്കണം, അമ്മായിമാൻ്റെ ഊരവേദന മാറും. അങ്ങനെ ഇപ്പം കളിക്കാലോ. പാണക്കാട് നിന്ന് എന്തെങ്കിലും തുടങ്ങിച്ചാൽ പോരെ. പക്ഷെ തന്നത് 5 ലക്ഷം റുപ്യ. ആ തങ്ങള് 5 ലക്ഷം കൊണ്ട് തുടങ്ങി. പിന്നെ അങ്ങോട്ട് പൈസ കിട്ടിയില്ലേ? ആ പൈസ എന്ന് പറഞ്ഞാൽ ഇതിനല്ലാതെ വേറെ എന്തിനാ കൂട്ടത്? പോക്കറ്റിൽ വെച്ച എന്താ കാര്യമുള്ളതെന്ന് നമ്മൾ ആരെങ്കിലും ഖബർ പോകുമ്പോൾ ഈ പൈസ ആയിട്ട് പോകണം. പിന്നെ ഇത് നമ്മളാണ് പോയി കിടക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിച്ച് അട്ടിയൊക്കെ കൂടി കുട്ടികളെ എടുത്ത് തിന്നല്ല വേറെ എന്താ. നമ്മൾ പോയാൽ ഇത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വേറെ ഭർത്താവിനെ സ്വീകരിക്കും. നമ്മളെ പൈസ അയാൾ സീസർ വലിച്ച് തീർക്കും. അല്ല വരണോ നല്ല സീസർ വലിയുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. അപ്പൊ വേറെ ഉള്ളവന് പൈസ ഉണ്ടാക്കിയേക്കണേ നമ്മള്. നേരെ മറിച്ച് നമ്മൾ അള്ളാന്റെ ദീൻ എന്തെങ്കിലും കൊടുത്താൽ ഖബർ പോയാൽ അതവിടെ കാണാം. കണ്ണങ്ങോട്ട് തുറന്നു നോക്കുമ്പോൾ ആദ്യം തന്നെ കുറെ സുന്ദര രൂപങ്ങൾ പോലൊന്ന് പറയാം, പേടിക്കണ്ട കേട്ടോ, മലക്കൾ പോരും, ഞങ്ങളൊപ്പുണ്ട്. ഇനി എന്താ ധൈര്യത്തിനുള്ളത്? പരിചയമില്ലാത്ത സ്ഥലത്ത് എയർപോർട്ടിൽ പോയി എന്നാൽ അയൽവാസി കുഞ്ഞാപ്പോനെ ആദ്യം കണ്ടാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഓനക്കും നമുക്കൊരു പുറത്തല്ലെങ്കിലും അല്ല, ഇതിൽ പരിചയമുള്ള മുഖം കണ്ട ഒരു സന്തോഷം വേറെ ഉണ്ടാവൂലേ? പുറത്തല്ലാത്തവരാകെ പെട്ടെന്ന് സ്വീപ്പാക്കണതാണ് ആദ്യത്തെ യാത്ര. ഈ അറബികൾ ഏതാൾക്കാരും സ്നേഹിച്ചിട്ട് റഫീഖ് തആൽ എന്നാ പറയാ, കൂട്ടുകാരെ വാന്ന്. അപ്പോൾ ആദ്യമായിട്ട് പോണ ഒരു അബ്ദുറഹ്മാൻ റഫീഖിൻ്റെ ഒപ്പം പോണത്. നേരത്തെ പോയി പരിചയമുള്ള അബുദാബി. അപ്പം പോകണമെന്നാണ് ഇപ്പോൾ ഒപ്പം പോകണം. സുബ്ഹാനല്ലാഹ്, എയർപോർട്ടിലാണ്ട് എത്തിയപ്പോൾ എല്ലാവരും വരെ നോക്കിയിട്ട് റഫീഖ് തആൽ. ആ മറ്റോ കരുതി റഫീഖ് ഭയങ്കര കേട്ടോ. അങ്ങനെ എയർപോർട്ടിലൊക്കെ എല്ലാവരും അവൻ്റെ പേര് വിളിക്കണം. അതിനനുസരിച്ച് ഇവനെന്താണ് ഒരു മെനുണ്ടാക്കാനും തുടങ്ങി. കണ്ട അറബികളൊക്കെ പറയും റഫീഖ് തആൽ. ഇവനാണ് പോകും, മറ്റോ പൊടണല്ലേ. അങ്ങനെ ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു, എല്ലാവർക്കും എന്നെ പരിചയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരറബി എന്നോട് ഷൂ എന്ന് അറിയേണ്ട എന്തോ ചോദിച്ചില്ല. അപ്പോൾ അറബി ഈ പെട്ടിയിൽ ഷൂ ഹാദ അതിലെന്താന്ന് ചോദിച്ചതാണ്. അത് ഇവനിക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അവനോട് ചോദിച്ചു അതെന്താ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അത് ഈ ഷൂസ് എവിടെ നിന്ന് എടുത്താന്ന് ചോദിച്ചാണ് എന്നാണ്. അത് ആദ്യത്തെ യാത്രയിൽ പൊട്ടന്മാരാക്കാമല്ലോ. അതുകൊണ്ടല്ലോ പുതിയ ഒരാൾ ഗൾഫിൽ പോകുമ്പോൾ ഒരു പരിചയമുള്ള ആളൊപ്പം പോണത്. എന്നാൽ ഖബറാകുന്ന ഏകാന്തതയുടെ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട തടവറയില്ലോ, അത് ആദ്യമായി പോയി ഇറങ്ങുന്ന എയർപോർട്ടല്ല, അബുദാബിയല്ല, ദുബായിയല്ല. ഓ പ്രിയപ്പെട്ടവരോ, ഒരു ഭാര്യക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങ് കൊണ്ടുപോയാൽ ഭർത്താവും ഉപ്പയുമൊക്കെ പുറത്തുണ്ട് എന്നറിഞ്ഞാൽ സന്തോഷമല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് അവർ കടക്കുന്നില്ല. ആ സമയത്ത് ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ സന്തോഷത്തിന് ആവേശത്തിന് ഊക്ക് കൂടുകയാണ്. നമ്മളൊരു SI വിളിച്ചു, എന്തിനാന്നറിയില്ല. എന്നാൽ ആ സമയത്ത് MLA-യോട് നാം പറഞ്ഞു, പരിചയമുള്ള MLA, നീ അങ്ങോട്ട് പോരെ, ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പേ MLA-ക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾ അവിടെ എത്തിയോ? ഞാൻ പുറയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി പരിചയമില്ലാത്തവൻ അവിടെ പരിചയമുള്ള സ്വാധീനമുള്ള ആളെ കിട്ടിയാൽ സമാധാനമാ. എങ്കിൽ ഖബറാകുന്ന മണ്ണറയിൽ യാതൊരു പരിചയമില്ലാത്ത നേരത്തെ പോയി പരിചയമില്ലാത്ത കിടക്കാത്ത നാട് മാറിയ അവസ്ഥയിൽ ഏകാന്തതയുടെ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട മണ്ണിന്റെ അറയിൽ പോയി കിടക്കുമ്പോ അല്ലാഹുവിന്റെ
ദീനിന് വേണ്ടി നാണയങ്ങൾ തന്നവരെ, സ്വതക്ക തന്നവരെ, കവളിൽ നിന്ന് കഫൻ തുണി അങ്ങ് മാറ്റപ്പെട്ടുകൊണ്ട് കണ്ണങ്ങ് തുറന്നാൽ അറ്റമില്ലാത്ത അനശ്വരമായ ജീവിതത്തിൽ മലക്കുകൾ വരുന്നതിന്റെ മുമ്പ് വിതറപ്പെട്ട മുത്തുകളെ പോലെയുള്ള സുന്ദര രൂപങ്ങളോ വിശ്വപ്രകാശ രൂപങ്ങളോ ഖബറിലങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോ മയ്യത്ത് ചോദിക്കുന്നു, മനന്ത, നീയാരാണ്, നീയാരാണ്, നീയാരാ? അവര് പറയുന്നു, നീ ദീനിന് വേണ്ടി കൊടുത്ത സദഖയാണ് ഞങ്ങളെന്ന് മയ്യത്തിനോട് ആ സുന്ദര രൂപങ്ങളോ പ്രതികരിക്കുന്നതാ. പാണക്കാട്ട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രജ്വലമായ വാക്കുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഭക്തനിർഭര പ്രാർത്ഥന നടത്തിയ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ അള്ളാന്റെ ദീനിന് വേണ്ടി മഹാന്മാരുടെ പേരിൽ ഒരുമിച്ചുകൂടിയ നമ്മള് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മോത്സകരോ കർമ്മധീരരുമായ പ്രവർത്തകന്മാരും ആടി വിളിച്ചപ്പോ ഇജാബത്തുള്ള സ്വർഗീയ ഭൂമികയിലേക്ക് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി കടന്നു വന്ന കാരണവരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, അനുസരിച്ചു കൊണ്ടിരിക്കുന്ന പെങ്ങന്മാരെ, ഇത്തക്കുന്നാറ വലൗബിശുദ്ധി തമ്പ്ര, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലോ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന മുത്തുനബിയുടെ ഹദീസിനെ ബദരീങ്ങളുടെ ഓർമ്മയില് ഒരു 313 കൊണ്ട് സ്വാഗതം ചെയ്യുമോ? ആ സമയത്ത് ഫീഹി ശിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഔഷധമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തനി പതിരാവിന്റെ ഉള്ളറയിൽ സ്വർഗീയ പൂങ്കാവനത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കന്ന് തരുമ്പോ കൊളസ്ട്രോൾ കൂടിയാലും കുടിച്ചോ, ഷുഗർ കൂടിയാലും കുടിച്ചോ, ക്യാൻസറുള്ളവരും കുടിച്ചോ, മക്കളില്ലാത്തവർ കുടിച്ചോ, ഗർഭിണികളും കുടിച്ചോ, കച്ചവടക്കാരും കുടിച്ചോ, അധ്യാപകരും കുടിച്ചോ. പാണക്കാട്ട തങ്ങൾ പാപ്പാന്റെ ദുആയുണ്ട്, അല്ലാഹുവേ ദീനിന് വേണ്ടി സംഭാവന നൽകിയിട്ട് നീ ശിഫ ഉണ്ടെന്ന് പറഞ്ഞ ഈ ഔഷധം ഈ പാതിരാവിന്റെ ഉള്ളറയാകുന്ന ദുആക്ക് ഇജാബത്തുള്ള സമയത്ത് ആര് വാങ്ങിയാലും നീ കബൂലാക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. നിന്റെ ത്വാഅത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാ. ഗർഭിണികളാ കുടിക്കുന്നതെങ്കിൽ സുഖപ്രസവം നൽകണേ റബ്ബേ. കല്യാണം കഴിച്ച് കൊല്ലങ്ങളായി കുട്ടികളില്ലാതെ കട്ടപ്പെടുന്ന നിരാശയുടെ കയ്പ് നീര് കുടിച്ച് തളർന്നു പോയവരാ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ വൈകാത്ത ഭാവിയിൽ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഇത് വാങ്ങിക്കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും നാളെ സ്വർഗീയ പൂങ്കാവനത്തിൽ നിന്ന് തേനരുവിൽ നിന്ന് മധുരവോളം മുക്കിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അന്ന് മുതലാണ് ഭക്ഷണം വരവ് ഇല്ലാതായത്. അപ്പൊ ഒരാൾ ചേർത്തി വായിച്ചു, ആ ഭക്ഷണം വരവ് നിൽക്കലും സൈനുൽ ആബിദീൻ തങ്ങളുടെ പുറത്ത് കണ്ട കറുത്ത പാടും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ചിലർ പറഞ്ഞു ഭാര്യയോട് അന്വേഷിക്കാം. ഭാര്യയോട് അന്വേഷിച്ച ഭാര്യ കരഞ്ഞോണ്ട് പറഞ്ഞു, രാത്രിയിൽ എണീറ്റാൽ തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് മുമ്പ് പറയും ഭക്ഷണം പാകം ചെയ്യാൻ. അവരെ നിസ്കരിച്ചിട്ട് എന്നെയും വന്ന് സഹായിക്കും. അങ്ങനെ മാംസം പാകം ചെയ്തു റൊട്ടി ഉണ്ടാക്കി രണ്ടും കൂടെ പാക്കറ്റാക്കി ആ ചൂടോടുകൂടി, ചൂടാറാൻ നേരം വെളുക്കും. അപ്പൊ പിന്നെ ആളുകൾ അറിയും. ആ ചൂടോടുകൂടി പെരടിയിലും പുറത്തു ഊരയിലും വാരിയലിലും ഒക്കെ കൊളത്തി വെച്ചിങ്ങനെ ദിവസങ്ങളായി കൊണ്ടുപോയപ്പോ ചൂടുള്ള മാംസം തട്ടിയിട്ട് തൊലി ഒരുക്കിയ കറുത്ത പാടാണ് നിങ്ങൾ കണ്ടത് എന്ന് മഹാനായ സൈനുൽ ആബിദീനെ കുറിച്ച് അവരുടെ ഭാര്യ പറഞ്ഞപ്പോൾ നാട് കരയുകയാണ്. എന്തേ? ലോകം വേറെണ്ട്, ഇത് ലോകമല്ല. നമ്മുടെ മഹാന്മാരൊക്കെ അത് ചിന്തിച്ചരാ. ബഹുമാനപ്പെട്ട ബാപ്പുലിയർക്ക് പൈസ ഉള്ള ആളായിരുന്നു, പക്ഷെ അതുകൊണ്ട് ഭാര്യയും കുട്ടികളൊക്കെ കൂടിയിട്ട് ഊട്ടി പോയില്ല. പൈസ ഉള്ള ആളായിരുന്നു, അതുകൊണ്ട് ബാംഗ്ലൂർ പോയിട്ട് വൃന്ദാവനം പോയിട്ട് ചിരിച്ചിട്ട് വോട്ടെടുത്തില്ല.
പൈസ ഉള്ള ആളായിരുന്നു, നല്ല കളി കളിക്കായിരുന്നു. പക്ഷേ അതുകൊണ്ട് സുഖിക്കാൻ നിൽക്കാതെ ഓടിപ്പായാണ് വർക്കും മശരിക്കും മകരിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും. അസുഖം വന്നതന്നെ ദുബായിൽ നിന്നാണ്. അപ്പൊ ഞാൻ അബുദാബിയിൽ പ്രസംഗത്തിന് പോയിട്ടുണ്ട്, ഉസ്താദ് ദുബായിലുണ്ട്. അത് പോയത് വ്യക്തിപരമായ കാര്യത്തിനല്ല, റഹ്മാനിയ കോളേജിന്റെ ആവശ്യാർത്ഥം പോയതാണ്. അപ്പോൾ ദീനി കലാലയത്തിന് മതവിദ്യാർത്ഥികളുടെ ഫണ്ടിന്റെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോഴാ ശരീരം തളരുന്നത്. ഒരു കെട്ട് ഗുളികയുടെ പാക്കറ്റ് എപ്പോഴും കയ്യിലുണ്ടാവും. അതിങ്ങനെ വിഴുങ്ങിയിട്ടാണ് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. ഹജ്ജ് ക്യാമ്പിന്റെ അപ്പോ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ ഉറൂസ്, എനിക്ക് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോൾ അവിടെയുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടേക്ക് വേണ്ടി വന്നാണ്, ഞാൻ പെട്ടെന്ന് പോട്ടാ, നിങ്ങൾ വെള്ളം എറിഞ്ഞോളി. പിറ്റേ നോക്കുമ്പോൾ അവിടെ ഹജ്ജ് ക്യാമ്പ്. അത് കഴിഞ്ഞാൽ ദുബായ്, ഇപ്പോഴും കാണാൻ കുവൈത്തിൽ. അങ്ങനെ ഉറങ്ങാനും കിടക്കാനും എവിടെയെങ്കിലും സമ്മേളനം നടക്കുകയാണെങ്കിൽ വാപ്പുസ്ത അവിടെ നിന്നിട്ട് റൂം എടുത്താണ്ട് കൂടല, വരി പോല. അത് വിജയിച്ച് പന്തലും പൊളിക്കണണ്ടാലേ വരും. എന്താ ലാഭമുള്ളത് അവർക്ക്? സമ്മേളനം കഴിഞ്ഞാൽ ഒരു പൊതി പൈസ കിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ? വാപ്പുസ്ത എപ്പോഴും പറയും, ഇത് ജീവിതമല്ല, ഇത് അള്ളാഹു നൽകിയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കിയാൽ ഇവിടെ വിശ്രമിച്ചില്ലെങ്കിലും ഖബർ പോയിട്ട് വിശ്രമിക്കാം. ഇപ്പൊ വിശ്രമിക്കണ്ടാവും. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മളെ മഹാന്മാരൊക്കെ പോയത് അങ്ങനെയാ. അവരിവിടെ കൊട്ടാരം കെട്ടാനോ സിറ്റി ഉണ്ടാക്കാനോ മനുഷ്യനെ കോപ്രാട്ടിത്തരത്തിലൂടെ അവന്റെ പോക്കറ്റിലുള്ള പണം ചുഴന്നെടുത്തുകൊണ്ട് കുംഭവീർപ്പിക്കാനോ പരിശ്രമിച്ചില്ല. പിന്നെ അവര് ഉള്ള പണം ചെലവഴിച്ചുകൊണ്ട് സമൂഹത്തെ സേവിച്ചവരാ. അതുകൊണ്ട് അവരൊക്കെ പോയത് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ കുറിച്ച് എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ടവർ ബോധമില്ലാതെ കൃത്രിമമായ യന്ത്രസഹായത്തിൽ കിടക്കുകയാണെന്നാണ് ഡോക്ടർമാരുടെ അവകാശമെങ്കിലോ മഹാനായ സയ്യിദ് ജമലല്ലേ തങ്ങളോ ബാപ്പുസ്താദിന്റെ മുമ്പിൽ അങ്ങ് വന്നപ്പോ ഇത് അവസാന സമയമാണെന്ന് ജമലല്ലേ തങ്ങൾ പാപ്പാക്കങ്ങ് മനസ്സിലാവുകയാ. ബഹുമാനപ്പെട്ടവർ എന്നോട് നേരെ പറഞ്ഞ കാര്യമാ. ആ സമയത്ത് മഹാനായ തങ്ങൾ ബാപ്പുസ്താദ് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന റൂമിൽ വെച്ച് 5 തവണ സൂറത്ത് യാസീൻ മടക്കി മടക്കി ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാ. അപ്പൊ വല്ലാത്ത ദമ്മിലൊരു ശ്വാസമങ്ങ് വന്നപ്പോ ജമല്ലി തങ്ങൾ പാപ്പാക്കറിയാം ബോധമില്ല, കണ്ണു തുറക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ആക്ഷൻ ഇല്ല, ഇശാറത്തില്ല. പക്ഷേ ജമലല്ലി തങ്ങൾ പാപ്പ ഒരു കാര്യം ചിന്തിച്ചു. ഈ കിടക്കുന്നത് സമസ്തക്ക് വേണ്ടി ഓടി നടന്ന മഹാനാ, കുടുംബത്തെ നോക്കാതെ, കുട്ടികളെ നോക്കാതെ, പണം വാരാതെ ഉള്ള ആരോഗ്യവും സമയവും സമ്പത്തും സമസ്തക്ക് വേണ്ടി ചെലവഴിച്ച് ആരോഗ്യം നോക്കാതെ, പ്രായം നോക്കാതെ, രോഗം നോക്കാതെ ഓടി നടന്ന മഹാനാ. അതുകൊണ്ട് സമസ്തയുടെ നേതാക്കളൊക്കെ ദിക്ർ ചൊല്ലിപ്പോയവരാ. അല്ലാഹു വലിയവനല്ലേ, അല്ലാഹു ഇതിനു വേണ്ടി ബോധം തുറന്നു കൊടുക്കാൻ കഴിവുള്ളവനല്ലേ എന്നങ്ങ് മനസ്സിലാക്കിയ മഹാനായ ജമലല്ലി തങ്ങൾ പാപ്പ ഉറക്കെ അങ്ങ് തൽക്കീൻ ചൊല്ലിക്കൊടുത്തു. മഹാനായ ബാപ്പ മുസ്ലിയാരും ജമലല്ലി തങ്ങൾ പാപ്പയും വലിയ ബന്ധമാണ്. പലപ്പോഴും ദീർഘയാത്രകളിൽ ഒരുമിച്ചുണ്ടാകുന്നവരാ, പല കാര്യങ്ങളിലും മുശാവറ കൂടുന്നവരാ. ആ പ്രിയപ്പെട്ട സ്നേഹിതനായ നേതാവിന്റെ പൂമുഖത്ത് നോക്കിയിട്ട് ജമല്ലി തങ്ങൾ പാപ്പ ഉറക്കെ അങ്ങ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്ത് കുമ്പരമ്പത്തൂർ ഉസ്താദ് ചൊല്ലിയതുപോലെ, ചെറുശ്ശേരി ഉസ്താദ് ചൊല്ലിയതുപോലെ, കോയക്കുട്ടി ഉസ്താദ് ചൊല്ലിയതുപോലെ, തൊഴിയൂർ ഉസ്താദ് ചൊല്ലിയതുപോലെ, പാറന്നൂർ ഉസ്താദ് ചൊല്ലിയതുപോലെ, കാളമ്പാടി ഉസ്താദ് ചൊല്ലിയതുപോലെ, പി ഉസ്താദ് ചൊല്ലിയതുപോലെ, കെ ഉസ്താദ് ചൊല്ലിയതുപോലെ, ഉമർലി ശിഹാബ് തങ്ങൾ ചൊല്ലിയതുപോലെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ചൊല്ലിയതുപോലെ, നാട്ടിക ഉസ്താദ് ചൊല്ലിയതുപോലെ, കെ ഉസ്താദ് ചൊല്ലിയതുപോലെ, കെ ബി ഉസ്താദ് ചൊല്ലിയതുപോലെ, ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ആരിഫുല്ലാഹ് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചതുപോലെ, കണ്ണിയത്ത് ഉസ്താദ് പ്രഖ്യാപിച്ചതുപോലെ, മഹാനായ ബാപ്പു ഉസ്താദിന് ഉച്ചത്തിൽ പറയാൻ കഴിയില്ല എങ്കിലോ, അക്ഷരങ്ങൾ കേൾപ്പിക്കാൻ കഴിയില്ല എങ്കിലോ, ആ തങ്ങളുടെ നാവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് മുഖരിതമായപ്പോ ബാപ്പു ഉസ്താദിന്റെ അധരമങ്ങ് ചലിക്കുകയാ, പ്രത്യേകിച്ച് അടിച്ചുണ്ടങ്ങ് ചലിക്കുകയാ. ആ
സമയത്ത് നെറ്റത്ത് ശക്തമായ വേർപ്പിന്റെ മുത്തുമണികള് ഉറ്റി ഉറ്റി വീഴുകയാ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നെറ്റത്ത് വേർപ്പിന്റെ മുത്തുമണികൾ തന്നെ ഇത് ഈമാനോടെ വഫാത്താകുന്നവരുടെ ലക്ഷണമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ. ആ ലക്ഷണം നെറ്റിയിൽ കാണിച്ചു തന്നുകൊണ്ട് ദിക്ർ നാക്കുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണ് മരിക്കേണ്ടത് എന്ന് ലോകത്തിന് ദർശനം നടത്തിയിട്ട സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വഫാത്തായതെങ്കിലോ എന്നെ കേട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നെ കേട്ട പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉമ്മമാരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളങ്ങ് മരിക്കുമ്പോ ഈ ദിക്ർ ചൊല്ലി മരിക്കണ്ടേ? കുണ്ടോട്ടിൽ SKSSFന്റെ ഒരു പ്രവർത്തനമായ ചെറുപ്പക്കാരൻ ശംസുൽ ഉലമയെ വല്ലാതെ സ്നേഹിക്കുന്നവനാണ്. കണ്ണിയത്ത് ഉസ്താദിനെ നെഞ്ചിലേറ്റിയവനാണ്. പാണക്കാട്ട് തങ്ങന്മാരെ നെഞ്ചിലേറ്റിയവനാ. 23കാരനായ ചെറുപ്പക്കാരനാണ്. അല്ലാ പള്ളിയിൽ അവനും ഉപ്പയും കൂടി ഇശാഅ് നിസ്കരിച്ചു. ഖതീബിന്റെ റൂമിൽ കയറി പതിവ് പോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് പുതുക്കി തിരിച്ചു വീട്ടിലേക്ക് വന്നു. ഓ SKSSFകാരാ, ഇങ്ങനെയാണ് മരിക്കേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തിൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കുകയാണെങ്കിലോ അങ്ങനെ മരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ടോ, കൊണ്ടോട്ടിലെ ചെറുപ്പക്കാരൻ തിരിച്ചു വീട്ടിലേക്ക് വാപ്പയും അവനും വന്നു. അവൻ കിടക്കുന്ന റൂമിൽ അങ്ങ് പോയി. വാപ്പയും ഉമ്മയും അവര് കിടക്കുന്ന റൂമിലേക്ക് അങ്ങ് മാറി. പാതിരാവിന്റെ ഉള്ളറയായപ്പോ ഈ ചെറുപ്പക്കാരൻ അങ്ങ് ഉണരുകയാ. വാപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിന്റെ കതകിന് ഈ SKSFന്റെ മുഖ്ലിസായ പ്രവർത്തകൻ പോയി മുട്ടുകയാണ്. മുട്ടുകേട്ട് വാപ്പ ഞെട്ടി ഉണരുകയാ. ആരാ കതക് മുട്ടുന്നെന്നറിയാൻ വാതില് തുറന്നു നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മോനാ. പാതിരാവിന്റെ ഉള്ളറയല്ലേ, ഉപ്പാന്റെ കുട്ടി ഉറങ്ങിയില്ലോ. ആ സമയത്ത് ഉപ്പാന്റെ മുമ്പിലങ്ങ് കരയുകയാ. ഉപ്പാ, നിങ്ങൾ ഉമ്മാനെ ഒന്ന് വിളിക്കൂ ഉപ്പാ, എനിക്ക് നിങ്ങളോട് ഉമ്മാനോട് ഒരു കാര്യം പറയാനാ. ഉപ്പ ചോദിച്ചു, മോനെ ഉമ്മ ഉറങ്ങുകയല്ലേ, ഈ പാതിരാവിൽ ഉണർത്തിയിട്ട് കാര്യം പറയണോ? നാളെ രാവിലെ പറഞ്ഞാ പോരോ? ആ സമയത്ത് പറഞ്ഞു, ഉപ്പാ എനിക്ക് സമയമില്ല, ഞാൻ പോവുകയാണ് ഉപ്പാ. ഈ വാപ്പയ്ക്ക് തോന്നി ഇതൊരു അസ്വാഭാവികമായ ആവശ്യപ്പെടല. പതിരാവിന്റെ ഉള്ളറയിൽ കുറുക്കം വലിച്ചെറുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാന് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉണർത്തുകയാ. ഈ കുട്ടിയുടെ ഉമ്മാനെ ഉണർത്തുകയാ. ഉമ്മ ഞെട്ടി ഉണർന്നുകൊണ്ട് സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പ്രിയപ്പെട്ട മകന്റെ അരികിൽ വന്നപ്പോ ഈ മകൻ ഉമ്മായെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മാ 23 വയസ്സിനിടയിൽ ഞാൻ എന്റെ പ്രവർത്തനത്തിൽ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചെങ്കിലും എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഉമ്മ. ആ സമയത്ത് ഉമ്മ കരയുകയാ. മോനെ, പാതിരാവിൽ എണീറ്റുകൊണ്ട് എന്തിനാണ് ഇത് പറയുന്നത്? നീ എന്റെ പ്രിയപ്പെട്ട മോനല്ലോ, നമ്മൾ തമ്മിൽ എന്താ ഉള്ളത്? പിന്നെ എന്താണ് ഈ പാതിരാവിൽ ഉണർത്തിയിട്ട് പറയുന്നത്? ആ സമയത്ത് SKSFന്റെ മുഖ്ലിസായ പ്രവർത്തകൻ പറയുന്നു, ഉമ്മ ക്ഷമിക്കണം ഉമ്മ, പാതിരാവിന്റെ ഉള്ളറയിൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് പറയാനുള്ള കാരണം ഇനി പറയാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഉമ്മങ്ങ് മാറിക്കോ എന്ന് പറഞ്ഞിട്ട് വാപ്പായുടെ തലയിൽ മടിയിൽ തല വെച്ചുകൊണ്ട് ഉറക്കെ ദിക്ർ ചൊല്ലിയിട്ട് കൊണ്ടോട്ടയിൽ ഒരു SKSSFന്റെ മുഖ്ലിസായ പ്രവർത്തകൻ മരിച്ചെങ്കിലോ ഈ വാല് പറയുന്ന എനിക്ക് അങ്ങനെ ഒന്ന് വഫാത്താകണോ? കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് വഫാത്താകണോ? നമ്മൾ വിധ്വംസക പ്രവർത്തകന്മാരല്ല, നമ്മൾ ഭിന്നിപ്പിന്റെ വക്താക്കളല്ല. സമസ്ത എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പല്ല, ഇതൊരു മദ്രസയുള്ളടുത്ത് അപ്പുറത്ത് മദ്രസ ഉണ്ടാക്കിയിട്ട് ദുരഭിമാനം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഒരു പള്ളി ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് മറ്റേ പള്ളി ഉണ്ടാക്കും, മറുപടി പറയാൻ ഭീഷണിക്കാരന്റെ നെയ്യത്തിലുണ്ടാക്കിയതല്ല.
ഇത് മുസ്ലിമിനെ കാഫിറാക്കാറുണ്ടാക്കിയതല്ല, ഇത് മുസ്ലിമിനെ നരകത്തിലേക്കാക്കാറുണ്ടാക്കിയതല്ല. ഇത് ഈ കേരളത്തില് ഈമാൻ ചൂഷണം ചെയ്യപ്പെടുമ്പോ പാവങ്ങളായ വിശ്വാസികളുടെ മനസാന്തരത്തിലുള്ള സ്വഹാബാക്കൾ നട്ടുപിടിപ്പിച്ച ഈമാനില്ലേ, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരായ സാത്വികന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കളായ അക്താബുകളായ പണ്ഡിതന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അതന്നെയാണ് മഹാന്മാരുടെ പാത എന്ന് നമ്മൾ മനസ്സിലാക്കി. വിശദമായി പറയാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് തങ്ങൾ പോയതിനു ശേഷം ഞാൻ സമയപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പറഞ്ഞിട്ട് 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഞാനും വാങ്ങും, തങ്ങളും പങ്കുവച്ചതാണ്. പ്രഭാഷകന്മാരുണ്ടെങ്കിലൊക്കെ വാങ്ങിച്ചോളി. ചില പ്രഭാഷകന്മാരോട് ചോദിക്കലുണ്ട്, നിങ്ങൾ ഈ സൗണ്ടിന്റെ രഹസ്യം എന്താണെന്ന്. ഒരു രസം കേട്ടോളി, ഈ തേനന്നെ എൻ്റെ റൂമിൽ എപ്പോഴും ഉണ്ടാവും. അൽഹംദുലില്ലാ. എനിക്ക് ചിലവ് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. അല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിനെ കുറിച്ച് മതിപ്പ് അങ്ങനെ പറയുന്നു എന്നോട്. അപ്പം അങ്ങനെയാണ്, നല്ല ഞങ്ങളെ നോക്കും, ഞങ്ങളെ ഒറ്റക്കെട്ടിൽ കൊണ്ടെടുക്കും, ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരേ പേര്. എന്താ അൽഹംദുലില്ലാ, വാപ്പാനെ കുറിച്ചൊരു മകൻ ഇത്ര കൂടുതൽ മതിപ്പ് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അപൂർവമാണ്. എല്ലായിടത്തും ആയാലും വാപ്പാനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിപ്പുണ്ടാക്കിയിട്ട് വർത്താനം പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അൽഹംദുലില്ലാ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒന്ന് അദ്ദേഹത്തിന് എനിക്ക് കിട്ടാം. ബിസ്മില്ലാ. ഇനി ആവശ്യമുള്ളവരൊക്കെ വേണ്ടേ, അത് നിങ്ങൾക്കുള്ള ബാക്കി വേണമെങ്കിൽ ചില്ലറാണ് കൊടുത്താളെ. വേണ്ട അൽഹംദുലില്ലാ, 500 എന്നിട്ട് ബാക്കി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഉസ്താദിന് അൽഹംദുലില്ലാ. ബിസ്മില്ലാ. പൈസ വാങ്ങിച്ചോളി, അല്ലേ അഡ്രസ് ഉണ്ടാവില്ല. പൈസ ഇല്ലാത്തവരും വാങ്ങിക്കോളി, നിങ്ങൾ നമ്പർ കൊടുത്താൽ മതി. സ്ത്രീകളാത്ത കുറച്ച് വാങ്ങിക്കോളി, പെണ്ണുങ്ങളെല്ലാവരും വാങ്ങിക്കോളി, ഗർഭില്ലാത്തവരും വാങ്ങിക്കോളി, ഗർഭിണികൾ വാങ്ങിക്കോളി, എല്ലാവരും വാങ്ങിക്കോളി, എല്ലാവരും വാങ്ങിക്കോളി. അൽഹംദുലില്ലാ, തങ്ങൾ മന്ത്രിച്ചാണ് ഇൽമിന്റെ സാസം തരികയാണ്, വെറുതാവില്ല. ഇൻഷാ അല്ലാഹ് ഒന്ന് എനിക്ക് വാക്കി ചാളിയാ പൈസ എല്ലാവരും തരല്ലേ കൊടുക്കും. ഞങ്ങളാണ്ട് നിന്ന് കൊടുത്താണ്, 2 കൂടി എനിക്ക് പറ്റൂല. അതാ ഉസ്താദിന്റെ ഇരുന്ന് വാങ്ങിക്കോളി, വേഗം കൊടുക്കാൻ. ആവശ്യക്കാരൊക്കെ വരും, പെണ്ണുങ്ങളെടുത്ത് കുറച്ചാണ് കൊണ്ടുപോയിക്കോളി. 310 ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തോളി, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 500 കൊടുത്തിട്ട് തിരിച്ച് വേണമെങ്കിൽ ബാക്കി അങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ ബക്കറ്റ് എവിടെ പോയി? ഒരു ബക്കറ്റ് കൊടുക്കണം. അല്ല ഒരു പൈസ നോക്കറ്റ്, പൈസ തേനൊക്കെ ഒന്നില്ലേ. അതെ വേഗം കൊടുക്കും പൈസ. ആ ബക്കറ്റ് എവിടെ പോയിട്ട്? ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അവൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ 500 എന്നിട്ട് ബാക്കി വാങ്ങാത്തവരാണ്. അല്ലാഹുവേ, അങ്ങനെ തന്നവർക്കും 313 തന്നവർക്കും എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ദീനിന്റെ സദസ്സല്ലേ, നീ ശിഫയുണ്ടെന്ന് പറഞ്ഞ തേനല്ലേ അല്ലാഹുവേ, നീ കബൂലാക്കി. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾക്കാണോ വാങ്ങുന്നതെങ്കിൽ സകല രോഗങ്ങളും നീ ശിഫയാക്കണേ റബ്ബേ. ബിസിനസ്സുകാരാ വാങ്ങുന്നതെങ്കിൽ ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഗർഭിണികളാണ് വാങ്ങുന്നതെങ്കിൽ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, കാലങ്ങളായി കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നവരാ വാങ്ങുന്നതെങ്കിൽ വൈകാത്ത ഭാവിയിൽ അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഇത് വാങ്ങുന്നവരെ നരകത്തിന്റെ മേൽ നീ ഹറാമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കൊക്കെ സ്വർഗീയമായ തേനരുവിയിൽ നിന്ന് കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. കഴിഞ്ഞോ? അല്ല ഒന്ന് എനിക്ക് ബാക്കി ചാളി ഇപ്പൊ തേഞ്ഞില്ലേ? അല്ല മോനെ തേഞ്ഞില്ല. ആഹാ, ഇനി ഇവിടെ വേറെ ഉണ്ടോ? എന്നാ പെണ്ണുങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടോ ചോദിച്ചു. പിന്നെ പൈസ കൊടുക്കുന്നവർക്ക് മുൻഗണന, പൈസ ഇല്ലാത്തവര് കുഴപ്പമൊന്നുമില്ല. പേര് എഴുതാൻ വിട്ടാലും പൈസ വിടരുത്. അതിന് മറക്കുന്നുള്ള ഒരു തുണിന്റെ കോന്തൽക്ക് എന്തെങ്കിലും കെട്ടിയിട്ടാൽ മതി. നേരെ പോലത്തെ നീച്ച ഓർമ്മ ഉണ്ടാവാതാണ്. അപ്പോൾ അല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറവി. നിങ്ങൾ കൊടുക്കുന്ന ഉറപ്പാണ്. ഇത് വാങ്ങിയോണ്ടൊന്നും പൈസ കൊടുക്കാതെ ആരും പോലെ, കാരണം അത് മുതലാവില്ല. 313 രക്ഷപ്പെടാൻ വേണ്ടി പോകാൻ 3000 കുടുംബം അതാണ്ടായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നറിയാം, പക്ഷെ മറക്കണ്ടെന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പേര് നമ്പറും ഒക്കെ ഒരു കോലത്തിലാക്കിയിട്ട് ഇറങ്ങുള്ളൂ. ലാസ്റ്റ് സമയത്ത് നമ്മൾ എന്ത് നരകം പറഞ്ഞിട്ട് കാര്യമില്ല. സംഘാടകർ നരകത്തുമ്പോഴൊന്നും ഉണ്ടാവില്ല. ഓൾക്ക് ഇങ്ങനെ ബക്കറ്റ് എന്തായി എന്നുള്ളത്. പിന്നെ അവരെ പറഞ്ഞ കാര്യമില്ല. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഇപ്പൊ നടന്നു പോവാ?
അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ തേനിന് വേണ്ടി വന്ന മുഴുവൻ ആളുകളും വരികയാണെങ്കിൽ വലിയ സന്തോഷം. അല്ലെങ്കിലും ഈ സ്വതക്കയിൽ എല്ലാവരും പങ്കെടുക്കണം. അപ്പൊ തേന് 313 കണക്കൊന്നുമില്ല. 1 ഉറുപ്പ്യാണെങ്കിൽ 1 ഉറുപ്പ്യ കൊണ്ട് പോയി, 10 ഉറുപ്പ്യാണെങ്കിൽ 10 ഉറുപ്പ്യ. നിങ്ങളെടുത്ത് 10,000 ആണെങ്കിൽ അയച്ചു പോയി, പക്ഷെ നിങ്ങൾ തരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അല്ല എടുക്കാൻ 10,000 വേണ്ട. നിങ്ങളെടുത്ത് എന്താ ഉള്ളത്? 50 ആണെങ്കിൽ 50, 100 ആണെങ്കിൽ 100, 10 ആണെങ്കിൽ 10. ഇതിലെന്ന് എല്ലാവരും കൊണ്ട് ഒരുമിച്ച് കൂടി കാണി. അപ്പൊ ഒരു ദ്വാ, ഇനി വേറെ ദ്വാന്ന് എന്റെ ദ്വാ സ്വതക്ക നടക്കുമ്പോഴാണ്. അൽഹംദുലില്ലാ ഉസ്താദ് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ നിങ്ങൾ തേനല്ലോ. അൽഹംദുലില്ലാ ആയിക്കോട്ടെ. പിന്നെ വരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിലാണ് ഇട്ടോളി. പറ്റുന്നവരൊക്കെ വന്ന് കണ്ട എല്ലാവരും അതിൽ 313 കണക്കില്ല. 1 ഉറുപ്പ്യന്റെ കഥയായിട്ട് പോരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ കരുണക്കടലായ രാജാതിരാജാവായ അല്ലാഹ്, പാതിരാവിന്റെ ഉള്ളറയിൽ നിന്റെ ദീനിന്റെ സദസ്സിൽ നിന്ന് പാവങ്ങളായ ദോഷികളായ രോഗികളായ ബലഹീനരായ അടിയാറുകൾ പറയുന്നതും കേട്ടതും സംഭാവനയും സംഗമവും സന്തോഷവും നീ കബൂലാക്കി ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇതിന്റെ സവാബിനെ നിന്റെ ഹബീബിന്റെ പവിത്ര ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ്. തമ്പുരാനെ, മറ്റ് അമ്പിയാക്കൾ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് വിശിഷ്യ ബദരീങ്ങൾ ഉഹദീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരായ ഔലിയാക്കളിൽ എത്തിക്കണേ അല്ലാഹ്. 4 അയിമ്മത്ത് 4 അഖ്താബ്, പ്രത്യേകിച്ച് ഈ മാസം ലോകത്തോട് വിട പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുയിലും അസ്മാ റളിയല്ലാഹു തആല അൻഹയിലും അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹയിലും എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മഹാന്മാരായ മഖ്ദൂമുമാരിൽ എത്തിക്കണേ അല്ലാഹ്. ഖുതുബുസ്സമാനിൽ എത്തിക്കണേ അല്ലാഹ്. മർഖാദിൽ എത്തിക്കണേ അല്ലാഹ്. യാഹൂന്തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. വരക്കലുപ്പാപ്പയിലും ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, ഷാലിയാത്തി പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ബാരി ഉസ്താദ്, മഹാനായ വലിയുല്ലാഹ് ശംസുൽ ഉലമാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്തൂർ, ബഹുമാനപ്പെട്ട സൂഫി വര്യൻ സി.എച്ച്. ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ.വി. ഉസ്താദ്, കെ.കെ. ഉസ്താദ്, നാട്ടിക ഉസ്താദ്, കെ.ടി. ഉസ്താദ്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സി.എം. ഉസ്താദ്, കളമ്പാടി ഉസ്താദ്, പി.പി. ഉസ്താദ്, മഹാനായ തൊഴിയൂർ ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ബാപ്പു ഉസ്താദ്. റബ്ബേ, സമസ്തയുടെ മുൻനിരയിലുണ്ടായിരുന്ന പടുനായകനാരായ വലിയ നേതൃത്വത്തിൽ നിന്ന് ഒരു വലിയ നിര തന്നെ നീ അങ്ങ് കൊണ്ടുപോയില്ലേ, അവർക്കൊക്കെയും നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മഹാന്മാർ ഹൈദറലി തങ്ങളടക്കം, ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പാപ്പടക്കം, മഹാനായ അലിക്കുട്ടി ഉസ്താദ് അടക്കം മറ്റ് എല്ലാ നേതാക്കൾക്കും സയ്യിദന്മാർക്കും നിന്റെ ത്വഅത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. ശാരീരികമായി, സാമ്പത്തികമായി, വിശ്വാസപരമായി സകല ഭീഷണിയുടെയും തീച്ചുളയിലാണ്. ഭരണരംഗത്ത് നിന്നും സ്വസ്ഥതയില്ല. അല്ലാഹുവേ, ആരെയും നശിപ്പിക്കാൻ ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല. എല്ലാവർക്കും നീ നല്ല ബോധം നൽകണേ അല്ലാഹ്. പുലി പ്രസിഡന്റ് എന്ന പേരിൽ കാഴ്ചയിലും പ്രവർത്തനത്തിലും ഒരുപോലെ അക്രമം ഹോബിയാക്കിയ ഇപ്പോഴത്തെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റിന്റെ സകല വഞ്ചന ചുവടുവെപ്പിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിൽ ഹിദായത്തിനെ ഖളാ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം നെയ്ത് വിടുന്ന വലയിൽ അദ്ദേഹത്തെ തന്നെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഇന്ത്യയിൽ നിന്ന് ജനകീയനായ ഒരു നേതാവിനെ മരണശേഷം ആക്രമിച്ചതിൽ ഞങ്ങൾക്ക് പങ്കില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ വല്ല അദാബും നീ ഇറക്കുകയാണെങ്കിൽ നിരപരാധികളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിരപരാധികളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ
ഈ സദസ്സിനെ ഖബൂലാക്കി ഞങ്ങൾക്ക് നീ നിന്റെ ത്വാഅത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദും ശിഷ്യന്മാരും ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, ഇവർക്ക് ഖൈറും ബർക്കത്തും മൻഫഅത്തുള്ള ഇൽമു മുതഅല്ലിമീങ്ങൾക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. ഈ മുതഅല്ലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്ത് വളർത്തുന്നവർ ഈ സദസ്സിലുണ്ട്. ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട്. അവർക്ക് സ്വർഗീയ ഭക്ഷണം പകരം നൽകണേ അല്ലാഹ്. ഈ ദർസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഇൽമിനെ സ്നേഹിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എസ്കെഎസ്എഫിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മാസങ്ങളായി ഇതിനു വേണ്ടി ഉറക്കൊഴിച്ച് വേർത്തൊലിച്ച് നിസ്വാർത്ഥമായി അധ്വാനിക്കുകയാണ്. അവർക്കും ഞങ്ങൾക്കും അർശിന്റെ നിഴൽ നീ നൽകണേ അല്ലാഹ്. പങ്കെടുത്ത പ്രായമുള്ളവർ, രോഗികൾ പലരുമുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ സന്തോഷത്തോടെ സ്വലോക സ്വർഗത്തിലുള്ളൊരു സംഗമം നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചവറുകളാണ്, ചണ്ടികളാണ്. ഇൽമ കുറവാണ്, ദോഷങ്ങൾ കൂടുതലാണ് റബ്ബേ. പക്ഷെ ഞങ്ങൾക്കാകെയുള്ള ധൈര്യം നീ ഗഫാറാണ്, തവ്വാബാണ് എന്നതാണ്. ഖുർആൻ നീ തുടങ്ങിയത് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഈ ഔലിയാക്കളിൽ പലരെയും നേരത്തെ നീ കൊലയാളികളായിരുന്നു, പിന്നെ നീ ഔലിയാക്കളാക്കിയതാണ്. നേരത്തെ വിചാരികളായിരുന്ന പലരെയും നീ അക്താബകളാക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പെട്ടെന്നങ്ങ് നന്നാക്കി ഞങ്ങളുടെ സകല തെറ്റുകളും പുറത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നീ അങ്ങ് ഞങ്ങളെ ചേർത്തി തന്നാൽ അതെന്തേ റബ്ബേ അങ്ങനെ നീ ചെയ്തത് എന്ന് നിന്നോട് ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. അല്ല, ഞങ്ങളെ ഇങ്ങനെ അങ്ങ് തമ്മാടികളാക്കി നീ വിട്ടാൽ നിന്റെ അധികാരത്തിന് കൂടുതലാവുകയുമില്ല. അതുകൊണ്ട് ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. ഔലിയാക്കളാക്കിയവരെ നീ ഇടപെട്ടതാണല്ലോ. പലരെയും നീ ഇടപെട്ടുകൊണ്ട് പെട്ടെന്ന് നന്നാക്കിയതാണ്. നേരത്തെ കൊലയാളികളും വലിയ തമ്മാടികളും പെൺപിറക്കാരും ഒക്കെ ആയിരുന്നവർ. അവരുടെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ ആവേശത്തോടെ റളിയല്ലാഹു അൻഹു ചെന്നുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളെയും നീ നന്നാക്കി തരണേ തമ്പുരാനെ. ഈ സദസ്സിനെ ഖബൂലാക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم وآله وصحبه أجمعين سبحان ربك رب العزة سلام على المرسلين. دعاء وصية ودخول وآخر دعوانا الحمد لله رب العالمين. السلام عليكم.